Magnetic properties of coordination complexes. Magnetic properties of coordination complexes ആണ് എന്ന് പറയുന്നത്. അപ്പോൾ substance were first classified as diamagnetic or paramagnetic by Michael Faraday in 1845. But it was not until many years later that this phenomena came to be understood in terms of electronic structures. Faraday ആണ് സബ്സ്റ്റൻസിനെ ആദ്യം ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അതുപോലെ മെസ്സേജ് ചെയ്യുകയും ചെയ്യാം. ക്ലാസിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, മെസ്സേജ് ഞാൻ കാണും. ഓക്കെ, കണ്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാലും മതി കേട്ടോ. പിന്നെ പറയുന്നത് when any substance is placed in an external magnetic field, there is an induced circulation of electrons producing a net magnetic moment aligned in opposition to the applied field. Applied field ന് opposite ആയിട്ട് നമ്മളെ സബ്സ്റ്റൻസിന്റെ അകത്ത് ഒരു ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. This is diamagnetic effect. ഇതിനെയാണ് നമ്മൾ diamagnetic effect എന്ന് പറയുന്നത്. And it arises from paired electrons within a sample. Since all compounds contain some paired electrons, diamagnetism is a universal property. ഏത് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിലും അതിന്റെ അകത്ത് ഒരു പെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഇല്ലാത്ത ഒരു സബ്സ്റ്റൻസേ ഇല്ല. അപ്പൊ എല്ലാ സബ്സ്റ്റൻസിലും പെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. പെയർഡ് ഇലക്ട്രോൺ ആണ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. If a substance has only paired electron, this effect will dominate. The material will be classified as diamagnetic and will be slightly repelled by the magnetic field. ഒരു സബ്സ്റ്റൻസിൽ പെയർഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അൺപെയർഡ് ഇലക്ട്രോൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ, ആ സബ്സ്റ്റൻസ് എന്താണ്, മാഗ്നറ്റിക് അപ്ലൈഡ് ഫീൽഡിൽ അത് റിപ്പൽ ചെയ്യും. അതിന് പെയർഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, ഒറ്റ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല എന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി റിപ്പൽഡ് by the magnetic field and it is classified as diamagnetic substance. Second name നമ്മൾ കേട്ടിട്ടുള്ളത് paramagnetism. Paramagnetism is produced by unpaired electrons in a sample. The spin and orbital motion of electrons give rise to permanent molecular magnetic moment that tend to align themselves with an applied field. Because it is much larger than the diamagnetic effect, paramagnetic effect cancels any repulsion between the applied field and paired electron in a sample. അപ്പം ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ടിൽ പെയർഡ് ഇലക്ട്രോൺസ് വഴി ഉണ്ടാവുന്നതാണ്. പാരാമാഗ്നറ്റിസം എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് പാരാമാഗ്നറ്റിസത്തിന്റെ കാരണമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കോമ്പൗണ്ടിലും എല്ലാ സബ്സ്റ്റൻസിലും പെയർഡ് ഇലക്ട്രോൺസ് എന്തായാലും ഉണ്ട്. അപ്പോൾ സബ്സ്റ്റൻസിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിസവും കാണിക്കുന്നുണ്ട്. അപ്പൊ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്, എല്ലാത്തിലും ഉണ്ട്. പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള സബ്സ്റ്റൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എവിടെയെങ്കിലും എന്താ പിന്നെ പറഞ്ഞത്, the spin and orbital motion of electron give rise to permanent molecular magnetic moment that tends to align themselves with an applied field because it is much larger than the diamagnetic effect. Diamagnetic effect എന്താ പറഞ്ഞത്, അപ്ലൈഡ് ഫീൽഡിനെ റിപ്പൽ ചെയ്യുന്നതാണ്. പക്ഷെ പാരാമാഗ്നറ്റിക് എഫക്ട് ഉണ്ടെങ്കിലോ അത് അതിന്റെ അകത്ത് പെയർഡ് ഇലക്ട്രോണിന്റെ ഡയാമാഗ്നറ്റിക് എഫക്ട് ഉണ്ടെങ്കിലും പാരാമാഗ്നറ്റിക് എഫക്ട് ക്യാൻസൽസ് എനി റിപ്പൾഷൻ ബിറ്റ്വീൻ ആൻ അപ്ലൈഡ് ഫീൽഡ് ആൻഡ് പെയർഡ് ഇലക്ട്രോൺ ഇൻ എ സാമ്പിൾ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പെയർഡ് ഇലക്ട്രോണിന്റെ ഡയാമാഗ്നറ്റിക് എഫക്റ്റിനെ ക്യാൻസൽ ചെയ്ത്, റിപ്പൾഷനെ ക്യാൻസൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പാരാമാഗ്നറ്റിക് എഫക്റ്റിന്. Thus, even substances having only one unpaired electron per molecule will show a net attraction into the magnetic field. അപ്പം ഡയാമാഗ്നറ്റിക് എഫക്റ്റിന്റെ കൂടെയാണ് പാരാമാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുക. പക്ഷെ ഒരുപാട് പെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അതിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ അൺപെയർഡ് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുമ്പം അതിന്റെ കൂടെയുള്ള പെയർഡ് ഇലക്ട്രോണിന്റെ ഡയാമാഗ്നറ്റിക് എഫക്റ്റിനെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, the paramagnetic effect is observed only in presence of an external field
When the field is removed, individual molecular moments are randomized by thermal motion and the bulk sample has no overall moment. When a field is present, there is a competition between the thermal tendency towards randomness and the field capacity to force alignment. Consequently, paramagnetic effect decrease in magnitude as the temperature is increased. അപ്പം thermal tendency field present ആവുമ്പോൾ ഒരു competition between thermal tendency towards randomness and field capacity to force alignment. അപ്പം paramagnetic effect temperature കൂടുമ്പം thermal motion കൂടുമ്പം എന്താണ് paramagnetic effect decrease ചെയ്യും. അതാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് when any substance is placed in a magnetic field, the field produced within the sample. ഒരു magnetic field നമ്മൾ ഒരു substance place ചെയ്താൽ അതിന്റെ അകത്തൊരു field, internal magnetic field create ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ ആ create ചെയ്യുന്ന internal field will be greater than or less than the applied field. Applied field നെക്കാളും greater or smaller ആവാം, which depends on the nature of the substance. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സബ്സ്റ്റൻസിന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അപ്ലൈഡ് ഫീൽഡിനേക്കാൾ കുറവാണോ കൂടുതലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ മെറ്റീരിയൽ ഈസ് പാരാമാഗ്നറ്റിക് ഓർ ഡയാമാഗ്നറ്റിക്. The difference between the two, delta H, can be expressed as B minus H0. B എന്ന് പറയുന്നത് induced field inside the sample. H0 is the field free value. H0 നമ്മൾ ഇട്ടുകൊടുത്ത ഫീൽഡ് ഫ്രീ വാല്യൂവും ബി എന്ന് പറയുന്നത് സബ്സ്റ്റൻസിന്റെ അകത്ത് ഉണ്ടായ ഇൻഡ്യൂസ്ഡ് ഫീൽഡും. അപ്പൊ ബി മൈനസ് H0 എന്ന് പറയുമ്പം ബി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസിന്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്ത ഫീൽഡാണ്. That is negative for diamagnetic substances. Diamagnetic substances നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ B value is less than H0. ഫീൽഡ് ഫ്രീ വാല്യൂവിനേക്കാളും ഇൻഡ്യൂസ്ഡ് ഫീൽഡ് കുറവായിരിക്കും. In the case of diamagnetic substance, delta H value is negative. And in the case of paramagnetic substance, delta H value is positive. That means B is greater than H0. More commonly, the difference between the applied field and that induced in the sample is expressed in terms of I, intensity of magnetization. I എന്ന ടേമിലാണ് സാധാരണ ഈ ഡിഫറൻസ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. That is, B minus H0 is equal to 4 pi I. Magnetic moment per unit volume ആണ് intensity of magnetization, capital I എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം both B and I will tend to be proportional to an external field. രണ്ടും external ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ ഡിവൈഡഡ് ബൈ H0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? I by H0യും B by H0യും ആവും. അപ്പം എസെൻഷ്യലി അതൊരു കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ സബ്സ്റ്റൻസ് ആയി മാറും. കാരണം ഐയും ബിയും പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. അപ്പൊ ആ എക്സ്റ്റേണൽ ഫീൽഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ അതൊരു constant for a given substance ആയിട്ട് മാറും. The term B by H0 is called magnetic permeability. The ratio of the density of the magnetic force lines in the presence of sample to the same density with no sample. For a vacuum, this ratio will be equal to 1. അപ്പൊ B by H0 എന്ന് പറയുന്നത് magnetic permeability എന്ന് പറയുന്ന ടേം ആണ്. magnetic permeability. The term I by H0, ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ 4 pi I by H0 is equal to B by H0 minus H0 by H0 വരും. അപ്പം B by H0 നെയാണ് നമ്മൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ I by H0 അതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പെർ യൂണിറ്റ് വോളിയം K എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇക്വേഷൻ? 15.16 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായി മാറി? 4 pi K is equal to B by H0 minus 1 എന്നായി. അപ്പൊ K will be negative for, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെൽറ്റ എച്ച് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞില്ല, അത് നമുക്ക് ഇവിടെ വീണ്ടും പറയാം. ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അവിടെ നമ്മൾ ഡിഫറൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് magnetic susceptibility K is positive for paramagnetic substances എന്ന് പറയാം. Okay. The quantity that is most frequently obtained from the experimental measurement so magnetism is the specific or mass susceptibility chi. നമുക്ക്
എക്സ്പെരിമെന്റൽ മെഷർമെന്റിൽ നമുക്ക് കിട്ടുന്നത് സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റി കൈ ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വോളിയം സസെപ്റ്റിബിലിറ്റി ത്രൂ ദ ഡെൻസിറ്റി കൈ ഈസ് ഈക്വൽ ടു k/d. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റലി മെഷർ ചെയ്താൽ കിട്ടുന്നത് കൈ ആണ്. കൈ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് അല്ലെങ്കിൽ മാസ് സസെപ്റ്റിബിലിറ്റി. അത് നമുക്ക് കെയോട് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയോട് കൈ ഈസ് ഈക്വൽ ടു k/d എന്ന ഇക്വേഷൻ വഴി റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ബൈ മൾട്ടിപ്ലൈയിങ് specific susceptibility of a compound by its molecular weight, we can obtain the molar susceptibility. നമുക്ക് കിട്ടിയ സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റിനെ മോളിക്കുലാർ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളാർ സസെപ്റ്റിബിലിറ്റി കിട്ടും. അപ്പൊ ഈ ടേംസ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആവണം. അതാണ് ഇപ്പൊ ആദ്യത്തെ ഉദ്ദേശം. അതിനാണ് ഇപ്പൊ ഒരു കഥ, വലിയൊരു കഥ ഇവിടെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞപ്പോ നമ്മള് പാരാമാഗ്നറ്റിസം ഡയാമാഗ്നറ്റിസം പറഞ്ഞു. ഡയാമാഗ്നറ്റിസം പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ല, പെയർഡ് ഇലക്ട്രോൺസ് മാത്രമുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ടാൽ റിപ്പൽ ചെയ്യും. പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന അതാണ് പാരാമാഗ്നറ്റിസം. അപ്പൊ ഒരുപാട് പെയർഡ് ഇലക്ട്രോണിന്റെ കൂടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായാൽ തന്നെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ആ സബ്സ്റ്റൻസ് കാണിക്കുക. മാഗ്നറ്റിക് ഫീൽഡിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അട്രാക്ട് ചെയ്യും, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് റിപ്പൽ ചെയ്യും. അപ്പോൾ ഒരുപാട് പെയർഡ് ഇലക്ട്രോൺ എല്ലാ സബ്സ്റ്റൻസിലും പെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നത് തന്നെ ഡയാമാഗ്നറ്റിസം യൂണിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്. പാരാമാഗ്നറ്റിസം ഈ ഒരുപാട് പെയർഡ് ഇലക്ട്രോണിന്റെ കൂടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായാലും പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അതിന്റെ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ എല്ലാം ക്യാൻസൽ ചെയ്ത് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് അത് കാണിക്കുക. പിന്നെ നമ്മൾ സബ്സ്റ്റൻസിന്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡും അപ്ലൈഡ് ഫീൽഡും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് കുറവായിരിക്കും, അതുകൊണ്ട് ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. പാരാമാഗ്നറ്റിക് ഫീൽഡിൽ ആ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും. എന്നിട്ട് അത് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πI ഈസ് ഈക്വൽ ടു B - H0. ഇനി ഐയും ബിയും റിലേറ്റഡ് ടു എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനെ ഹോൾ ഡിവൈഡഡ് ബൈ H0 കൊടുത്താൽ നമുക്ക് 4πk is equal to B by H0 minus 1 എന്ന് കിട്ടും. അതിൽ k എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പെർ യൂണിറ്റ് വോളിയം ആണ്. B by H0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. ഇനി ഈ k മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പെർ യൂണിറ്റ് വോളിയം is related to specific susceptibility by the equation chi is equal to k/d. പിന്നെന്താ പറഞ്ഞത്, ഈ മോളാർ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റി ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് കൊടുത്താൽ നമുക്ക് മോളാർ സസെപ്റ്റിബിലിറ്റി കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കണ്ടെത്താൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റിസം കം ഫ്രം അൺപെയർഡ് ഇലക്ട്രോൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പെയർഡ് ഇലക്ട്രോൺ ലോ സ്പിൻ, ഇവിടെ ഒരു എക്സാമ്പിൾ ലോ സ്പിന്നും ഹൈ സ്പിന്നും. അതിൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ നിൽക്കുന്നത്, ഒരു പെയർഡ് ഇലക്ട്രോൺ നിൽക്കുന്നത് നോ മാഗ്നറ്റൈസേഷൻ. അതേസമയം ഒരു സിംഗിൾ ഇലക്ട്രോൺ നിൽക്കുന്നത്, അൺപെയർഡ് ഇലക്ട്രോൺ നിൽക്കുന്നത് മാഗ്നറ്റൈസേഷൻ ആണ്. ഐ ആം എ ലിറ്റിൽ മാഗ്നറ്റ് എന്ന് പറയുന്നുണ്ട് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ നിന്നിട്ട്, അതൊരു ലിറ്റിൽ മാഗ്നറ്റ് ആണ്. ഇത് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. എഫക്റ്റ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ പറയുന്നതാണ് അവിടെ. പിന്നെ പാരാമാഗ്നറ്റിസം അറൈസസ് ഫ്രം അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പം ഓക്സിജന്റെ കേസിൽ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് 2 അൺപെയർഡ് ഇലക്ട്രോൺ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ മാഗ്നറ്റിക് number of methods exist for laboratory measurements of magnetic susceptibilities. Magnetic susceptibility എത്ര ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യും. പിന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഗോയ് മെത്തേഡ്, ഫാരഡേ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗോയ് ബാലൻസ് മാത്രമാണ്, ഗോയ് മെത്തേഡ് മാത്രമാണ്. A number of methods exist for laboratory measurements of magnetic susceptibilities. Two that are very common and quite similar to each other are Goi and Faraday method. ഇതിൽ ഗോയ് മെത്തേഡിൽ എന്താ പറയുന്നത്, മൈക്ക് ഓൺ ചെയ്ത ആളതൊന്ന് മ്യൂട്ട് ആക്കണേ. ആരാണ് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇരിക്കണേ? വല്ലാണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. അറിയാണ്ട് ഓണായി പോയതാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പം ഗോയ് ബാലൻസിൽ എന്താ പറയുന്നത് വെച്ചാല്, നമ്മളൊരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൽ മാഗ്നറ്റിക് അപ്ലൈഡ് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിലുള്ള മാഗ്നറ്റിക് എഫക്റ്റ് വരുന്നത്. അപ്പം ഇൻ ദ പ്രസൻസ് ഓഫ് ഫീൽഡും ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫീൽഡും ആ സബ്സ്റ്റൻസിന്റെ വെയിറ്റ് എടുക്കുക. അതാണ് ഗോയ് ബാലൻസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. ഗോയ് ബാലൻസിൽ
ഇവിടെ കണ്ടോ നമ്മളെ സബ്സ്റ്റൻസ് ഇത് നമ്മളെ സബ്സ്റ്റൻസ് ഇങ്ങനെ ഒരു സാമ്പിൾ കണ്ടെയ്നറിലാക്കിയിട്ട് ബാലൻസ് തൂങ്ങി കിടക്കുന്ന പോലെ തൂങ്ങി കിടക്കുന്നത്. അപ്പൊ ഇവിടെ നോർത്ത് സൗത്ത് കൊടുത്തിട്ടുണ്ട്. നോർത്ത് സൗത്ത് കൊടുക്കുന്നത് എന്തിനാ? അപ്ലൈഡ് ഫീൽഡ്. അപ്പൊ ആ അപ്ലൈഡ് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ സബ്സ്റ്റൻസിന്റെ വെയിറ്റ് എടുക്കുക. അതേപോലെ ആ ഫീൽഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ആ നോർത്ത് സൗത്ത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫീൽഡ് ഇതിന്റെ വെയിറ്റ് എടുക്കുക. എന്നിട്ട് ഈ വെയിറ്റ് ഡിഫറൻസിൽ നിന്നാണ് എന്ത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മെഷർ ചെയ്തെടുക്കുന്നത് ഗോയ് ബാലൻസിൽ. ഇത് അതിന്റെ സെയിം ഡയഗ്രാം തന്നെയാണ്. Number of methods exist for laboratory measurements for magnetic susceptibility. Two that are very common and quite similar to each other are Gouy method and Faraday method. Both techniques are based on the determination of force exerted on a sample by an inhomogeneous magnetic field, and both of them involve measuring the weight of a substance in the presence and absence of field. നമ്മൾ already പറഞ്ഞു. The Faraday method has two distinct advantages over Gouy method. The first pertain to sample size. Faraday method ഉം Gouy method ഉം ഉണ്ട്. അതില് Faraday method ന്റെ രണ്ട് important applications advantage over Gouy method ആണ് പറയുന്നത്. ഒന്ന് sample size ആണ് പറയുന്നത്. Faraday method requires several milligrams of material, whereas Gouy method technique require approximately 1 gram. എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ഹൈ ആണ്. ഫാരഡേ മെത്തേഡിൽ നമുക്ക് കുറഞ്ഞ എമൗണ്ട് സാമ്പിൾ ഉണ്ടായാൽ തന്നെ നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഗോയ് മെത്തേഡിൽ 1 gram സാമ്പിൾ വേണം പറഞ്ഞാൽ അത്രയും വലിയ സാമ്പിൾ സൈസ് ആവശ്യമാണ്. പിന്നെ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഫാരഡേ മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഗിവ് സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റി ഡയറക്ട്ലി സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റി ആണ് ആര് തരുന്നത്? ഫാരഡേസ് മെത്തേഡിൽ തരുന്നത്. ഗോയ് എക്സ്പെരിമെന്റ് yield വോളിയം സസെപ്റ്റിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? വോളിയം സസെപ്റ്റിബിലിറ്റി എന്ന് സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റി ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് അക്യുറേറ്റ് ഡെൻസിറ്റി കിട്ടണം. ദിസ് കൺവേർഷൻ ക്യാൻ ബി പ്രോബ്ലമാറ്റിക് ബിക്കോസ് ഇറ്റ് റിക്വയേഴ്സ് ആൻ അക്യുറേറ്റ് വാല്യൂ ഫോർ ഡെൻസിറ്റി വിച്ച് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ഫോർ സോളിഡ്. സോളിഡിന്റെ ഡെൻസിറ്റി അക്യുറേറ്റ് ഡെൻസിറ്റി കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വോളിയം സസെപ്റ്റിബിലിറ്റിയിൽ നിന്ന് സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റിയിലേക്ക് കൺവേർഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Once an experimental value of chi-m has been obtained for a paramagnetic substance, it can be used to determine how many unpaired electrons there are per molecule or ion. In order to translate the experimental results into the number of unpaired spins, it must first be recognized that measured susceptibility will include contribution for both paramagnetism and diamagnetism. നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി അത് എന്തിന്റെ മാത്രമല്ല, അൺപെയർഡ് ഇലക്ട്രോണിന്റെ മാത്രമല്ല. അൺപെയർഡ് ഇലക്ട്രോണിന്റെ പാരാമാഗ്നറ്റിസം ഉണ്ട്, പെയർഡ് ഇലക്ട്രോണിന്റെ ഡയാമാഗ്നറ്റിസം ഉണ്ട്. ഡയാമാഗ്നറ്റിസത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവാണ്, എങ്കിലും നമുക്കത് നെഗ്ലക്ട് ചെയ്യാൻ മാത്രം, അങ്ങനെ ഒറ്റയടിക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിൽ നിന്ന് നമുക്ക് അതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് വരെ കണ്ടെത്താൻ കഴിയും. അതിൽ തന്നെ കിട്ടുന്ന മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പാരാമാഗ്നറ്റിസത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഡയാമാഗ്നറ്റിസത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിലും പറയണം. ഓക്കെ. ഗോയ് മെത്തേഡേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഗോയ് മെത്തേഡ് ഫാരഡേ മെത്തേഡും ഗോയ് മെത്തേഡും എന്താന്ന് വെച്ചാല് രണ്ടും ബേസിക് പ്രിൻസിപ്പിൾ ഒന്നായതുകൊണ്ട് ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഗോയ് മെത്തേഡ് മാത്രമേ സിലബസിലുള്ളൂ. കമ്പാരിസൺ നിങ്ങൾ പഠിക്കണം എന്നില്ല, അത് രണ്ടും അതേപോലെ ആയതുകൊണ്ട് ഒന്നിച്ചങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. രണ്ടിലും വരുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടിലും ബാലൻസ് ആണ്. ഫാരഡേയും ബാലൻസ് ആണ്, ഗോയ് ബാലൻസ് ആണ്. അത് രണ്ടും സബ്സ്റ്റൻസ് ഇൻ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ വെയിറ്റ് എടുക്കുക. ആ വെയിറ്റ് ഡിഫറൻസിൽ നിന്ന് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കണ്ടെത്തുക. അത്രേ ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും വളരെ കുറച്ച് ആൾക്കാരെ ലൈവില് കയറുന്നുള്ളല്ലോ. ആകെ 16 ആൾക്കാരെ ഉള്ളൂ ഇതില്.
ഒക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? എക്സാമിന് ഡേറ്റ് ഇവിടെ അടുത്തില്ലേ? കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി കേട്ടോ. ഇതിപ്പോ പീക്ക് ടൈം ആയി. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ വരേണ്ട സമയമായി. ഡൗട്ടൊന്നും ഇങ്ങോട്ട് എത്തണമില്ല. കാര്യമായിട്ട് പഠിക്കൂ. പഠിച്ച ഡൗട്ടുകളൊക്കെ കൊണ്ടുവരൂ. എന്നാലും നിങ്ങൾ പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം നിങ്ങൾ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മുഖം കാണുമ്പോൾ നമുക്ക് അറിയാം ഡൗട്ട് ഉണ്ടോ, മനസ്സിലാവുണ്ടോ. ഇതൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ഡൗട്ടും കൊണ്ട് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം. നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തോന്നുക. അപ്പൊ മാക്സിമം കഴിയുന്ന പോലെ നോക്കണം. നിങ്ങൾ എക്സാം ഇവിടെ ഡേറ്റ് ആയ സ്ഥിതിക്ക് ഇനി അധികം വൈകാൻ കാത്തിരിക്കാൻ ഒന്നും സമയമല്ല. അപ്പൊ അടുത്തത് പറയുന്നത് the next step is to connect macroscopic susceptibility to individual molecular moment and finally to the number of unpaired electrons. അല്ലെ, നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്പെരിമെന്റലി കിട്ടിയാൽ അത് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, എന്താണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാൻ നമുക്ക് കഴിയണം. From classical theory, the corrected or paramagnetic molar susceptibility is related to the permanent paramagnetic moment of a molecule mu by the equation chi_m is equal to n square mu square divided by 3RT. അതിൽ n എന്ന് പറയുന്നത് അവഗാഡ്രോസ് നമ്പർ, r എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, t എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, mu എന്ന് പറഞ്ഞാൽ നമ്മളെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇൻബോർ മാഗ്നെറ്റോൺ. Solving this expression for a magnetic moment give mu is equal to, ഇത് ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അതിലുള്ള കോൺസ്റ്റൻസ് ആറിന്റെ വാല്യൂം എന്നിന്റെ വാല്യൂം 3യും ഒക്കെ കോൺസ്റ്റന്റുകളല്ലേ, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.38 ഇത് കിട്ടും. 2.84 chi_m t whole raised to 1/2 ഈ ഇക്വേഷനിലേക്ക് എത്തും. നമ്മൾ ഈ ഇതിലുള്ള എന്നിന്റെ കോൺസ്റ്റന്റ്, ടി കോൺസ്റ്റന്റ്, 3 കോൺസ്റ്റന്റ്, ഈ 3 ഒരു കോൺസ്റ്റന്റ്, ഇത് മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് മ്യൂയുടെ വാല്യൂ 2.84 chi_m t whole raised to 1/2 എന്നുള്ള ഇക്വേഷനിലേക്ക് എത്താം. അപ്പൊ എന്താണ്, പാരാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിൽ നിന്ന് നമുക്ക് മ്യൂ കണ്ടെത്താൻ പറ്റും. This paramagnetic moment originates in the spin and orbital motion of the unpaired electron. ഈ പാരാമാഗ്നറ്റിക് മൊമെന്റ് എവിടുന്നൊക്കെയാണ് ഉണ്ടാവുന്നത്? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ആണ് നമ്മൾ മുന്നേ പഠിച്ച മാഗ്നറ്റിക് മൊമെന്റ്. അത് സ്പിന്നിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമുള്ള കേസല്ലേ. പക്ഷേ യൂഷ്വൽ കേസിൽ സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഓർബിറ്റൽ മോഷൻ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു പാരാമാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ പാരാമാഗ്നറ്റിക് മൊമെന്റ് originates in the spin and orbital motion of the unpaired electrons in the substance. അപ്പം അവിടെ 3 ടൈപ്പ് കപ്ലിംഗ് ഉണ്ടാവും. സ്പിന്നും ഉണ്ട്, ഓർബിറ്റലും ഉണ്ട്. അപ്പൊ സ്പിൻ കപ്ലിംഗ് ഉണ്ടാവാം, ഓർബിറ്റൽ കപ്ലിംഗ് ഉണ്ടാവാം, സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് ഉണ്ടാവാം. അപ്പൊ ഈ 3 കപ്ലിംഗും ആ 3 പോസിബിൾ മോഡ്സ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ദീസ് കമ്പണന്റ്സ്. അപ്പോ ഫോർ സം കോംപ്ലക്സസ് എല്ലാത്തിലും എല്ലാ കപ്ലിംഗും ഉണ്ടാവുന്നല്ല, പക്ഷെ ഇതിനുള്ള സാധ്യതകളുണ്ട്. സ്പിൻ ഓർബിറ്റൽ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗിനുള്ള മ്യൂ എന്ന് പറയുന്നത് നമ്മളെ പാരാമാഗ്നറ്റിക് മൊമെന്റ്. കൈ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കയ്യമ്മേ എന്താ കൈ, മോളാർ സസെപ്റ്റിബിലിറ്റി. അപ്പോ പാരാമാഗ്നറ്റിക് മൊമെന്റും മോളാർ സസെപ്റ്റിബിലിറ്റിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഇക്വേഷനിൽ പറയുന്നത്. മാക്രോസ്കോപ്പിക് സസെപ്റ്റിബിലിറ്റി ടു ഇൻഡിവിജ്വൽ മോളിക്കുലാർ മൊമെന്റ്. ഈ പാരാമാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്നും പറയാൻ പറ്റും അല്ലേ. അപ്പം ഗോയ് ബാലൻസ് വഴി നമുക്ക് എന്താ കിട്ടുക? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാ കിട്ടുക. ആ സസെപ്റ്റിബിലിറ്റിയിൽ നിന്ന് നമുക്ക് പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ ഇക്വേഷൻ വെച്ച് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് പാരാമാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിന്നൊള്ളി മാഗ്നറ്റിക് മൊമെന്റ് വെച്ച് പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സ്പിന്നിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത്. പക്ഷേ ആക്ച്വൽ കേസിൽ സ്പിൻ കപ്ലിംഗും ഓർബിറ്റൽ കപ്ലിംഗും സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗും ഇങ്ങനെ 3 രീതിയിലുള്ള കപ്ലിംഗ് അവിടെ പോസിബിൾ ആണ്. എല്ലാം എല്ലാ കോംപ്ലക്സിലും ഉണ്ടാവുന്നല്ല, പക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള കോംപ്ലക്സുകളുണ്ട്. അത് ഓരോ ടൈപ്പ് കോംപ്ലക്സുകളിലാണ് ഉണ്ടാവുക. നമ്മൾ അവിടെ മറ്റേ റസൽ സാൻഡേഴ്സ് കപ്ലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് ഉണ്ടാവുന്നില്ല. ഫോർ സം കോംപ്ലക്സസ്, പെർട്ടിക്കുലർലി ദോസ് ഓഫ് ലാന്തനൈഡ്സ്,
we must consider all these three coupling. Higher, greater molecular mass വരുന്ന കോംപ്ലക്സുകളിലൊക്കെയാണ് നമ്മൾ molecular mass വരുന്ന ട്രാൻസിഷൻ എലമെന്റ്സിൽ ലാന്തനൈഡ്സിലൊക്കെയാണ് നമ്മൾ ഈ മൂന്ന് കപ്ലിംഗ് ഒക്കെ പറഞ്ഞിരുന്നത്. നമ്മൾ റസൽസ് ആൻഡ് കപ്ലിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയാണ് കപ്ലിംഗ് വരിക, അറ്റോമിക് നമ്പർ ഹയർ ദാൻ ദിസ് വൺ ഒക്കെ പറഞ്ഞ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പൊ പറയുന്നത് ലാന്തനൈഡ്സില് ഈ മൂന്ന് കപ്ലിംഗും പോസിബിൾ ആണ്. സ്പിന്നും ഓർബിറ്റലും സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗും പോസിബിൾ ആണ്. അപ്പം ഈ മൂന്ന് ഇപ്പം സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റില് സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രമുള്ള കേസുകളിൽ നമ്മൾ മ്യൂ എന്താ പറഞ്ഞത്, സ്ക്വയർ റൂട്ട് ഓഫ് n × n+2 ബോർ മാഗ്നറ്റോൺ അല്ലെ, അങ്ങനല്ലേ എന്നോ പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നത് സ്പിൻ കപ്ലിംഗും ഓർബിറ്റൽ കപ്ലിംഗും സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗും ഉള്ള ലാന്തനൈഡ് പോലെയുള്ള എലമെന്റ്സിന്റെ കോംപ്ലക്സുകളിൽ മൂന്ന് കപ്ലിംഗും പോസിബിൾ ആണ്. അതിന് പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് mu is equal to g into square root of j into j+1. ഇക്വേഷൻ നമ്മൾ കേട്ട് പരിചയമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതില് j എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ, g എന്ന് പറയുന്നത് ലാൻഡേ സ്പ്ലിറ്റിംഗ് ഫാക്ടർ ആണ്. which is defined as പറയുന്നുണ്ട് എന്താണെന്ന് പറയുന്നുണ്ട്. g എന്ന് പറയുന്നത് ലാൻഡേ സ്പ്ലിറ്റിംഗ് ഫാക്ടറും j എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പറുമാണ്. g is defined as 1 plus j into j+1 plus s into s+1 minus l into l+1 divided by 2j into j+1 എന്ന് പറഞ്ഞാൽ ഈ ജിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ സ്പിൻ കപ്ലിംഗ് ഉണ്ട്, ഓർബിറ്റൽ കപ്ലിംഗ് ഉണ്ട്. ഈ സ്പിന്നും ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്പിൻ ഓർബിറ്റ് ക്വാണ്ടം നമ്പർ ആണ് j. അപ്പൊ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗും ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാന്തനൈഡ്സിന്റെ ഒക്കെ കേസിൽ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ലാന്തനൈഡ്സിന്റെ കേസിൽ തിയറിറ്റിക്കൽ പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ mu is equal to അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് നെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ തന്നു mu is equal to g into j into j+1 whole raised to 1/2 എന്നുള്ള ഇക്വേഷൻ തന്നു. mu is equal to ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കണം 4s into s+1 plus l into l+1 whole raised to 1/2 എന്നുള്ള ഇക്വേഷനും നമ്മളെ പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്ക്വയർ റൂട്ട് ഓഫ് n into n+2 എന്നുള്ള ഇക്വേഷൻ തന്നിട്ട് ലാന്തനൈഡ് കോംപ്ലക്സ് തന്നിട്ട് ഇതിന്റെ പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതിൽ ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഡേറ്റ് വന്നോ എന്നുള്ളതിലാണോ നിങ്ങളെ സംശയം? ഞാൻ അപ്പം ചാറ്റ് നോക്കിയില്ലല്ലോ വിചാരിച്ച് തുറന്നു നോക്കിയതാ. ഡേറ്റ് വന്നിട്ടില്ല, ഒരു തലക്കന്ന് ഇങ്ങനെ എത്തി തുടങ്ങിയില്ലേ, അധികം വൈകാതെ എത്തും. കാരണം ആർട്സ് ഇംഗ്ലീഷ് ഒക്കെ വന്നു തുടങ്ങി അതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഇതിനൊക്കെ ഡേറ്റ് വരുന്നതല്ലേ. എന്തായാലും അധികം സമയമല്ല. അതിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്താനായി എന്നുള്ളത്. ഇപ്രാവശ്യം എന്തായാലും പിടിച്ച് കയറണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പഠിക്കുക. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോൾ പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ the value of j depends on total orbital angular momentum quantum number L and the total spin angular momentum quantum number S. Some calculated and experimental magnetic moments for lanthanide complexes are shown in next slide ൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സ്പിൻ കപ്ലിങ്ങും ഓർബിറ്റൽ കപ്ലിങ്ങും സ്പിൻ ഓർബിറ്റൽ കപ്ലിങ്ങും ഉള്ള ലാന്തനൈഡ് കോംപ്ലക്സുകളുടെ പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ mu is equal to g into square root of j into j+1. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫോർ കോംപ്ലക്സസ് ഇൻ വിച്ച് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഈസ് നോട്ട് എക്സിസ്റ്റന്റ് or negligible but spin and orbital contributions are both significant. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മാത്രമല്ല, സ്പിൻ കോൺട്രിബ്യൂഷനും ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും ഉണ്ട്. സ്പിന്നും ഓർബിറ്റും കൂടെ കപ്ലിംഗ് ഇല്ലാത്ത കേസുകൾ, അവിടെ പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് mu is equal to 4s into s+1 plus l into l+1 whole raised to 1/2. അപ്പം this equation describes a condition that is never fully realized in complexes because the actual orbital contribution is always somewhat less than the ideal value. This occurs because the orbital angular momentum is reduced
reduced from what it would be in the free metal ion by the presence of ligand. ഈ ഇക്വേഷനിൽ അത് നമ്മൾ വരുന്ന ഇതിന്റെ ബാക്കിലായിട്ട് പറയുന്നുണ്ട് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എല്ലാ കോർഡിനേഷൻ കോംപ്ലക്സുകളിലും ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും പോസിബിൾ അല്ല. അപ്പൊ ഏതൊക്കെ കേസുകളിൽ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ പോസിബിൾ ആവും എന്നുള്ളത് പറയുന്നു. അപ്പം രണ്ടാമത്തെ ഇക്വേഷൻ മനസ്സിൽ ഓർത്ത് വെക്കുക. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇല്ല. സ്പിൻ കോൺട്രിബ്യൂഷനും ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും ഉണ്ട്. പക്ഷെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇല്ലാത്ത കോർഡിനേഷൻ കോംപ്ലക്സസിന് പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 4s × s+1 + l × l+1 whole raised to 1/2. ഇനി ഈ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കൊഞ്ച് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. അത് നമുക്ക് ബാക്കിൽ പറയാം. ഇവിടെ അത് പറയുന്നുണ്ട്, പക്ഷെ അവിടെ നമുക്ക് ബാക്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിശദമായിട്ട് അത് പറയാൻ പറ്റും. അവിടെ പറയാം നമുക്ക്. പിന്നെ പറയുന്നത് അടുത്ത കേസ് എന്ന് പറയുന്നത് സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രം, ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും ഇല്ല, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗും ഇല്ലാത്ത ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റിന്റെ കേസാണ്. Furthermore, when a complex involves a first row transition element, even if the ground state is T, the orbital contribution generally may be ignored. For the case L is equal to 0, this equation reduces to അത് മുകളിലുള്ള ഇക്വേഷൻ mu is equal to 4s × s+1 + l × l+1 whole raised to half എന്ന് പറഞ്ഞല്ലോ. ആ ഇക്വേഷനിൽ L is equal to 0 ആവുന്ന കേസിന്റെ ഇക്വേഷൻ എന്തായി മാറും? mu is equal to 4s × s+1 whole raised to half ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ 2 പുറത്തേക്ക് എടുത്താൽ 2 × s √s × s+1 ആവും. പിന്നെ s is equal to n/2 ആണ്. s പറഞ്ഞാൽ സ്പിൻ ആണ്, അത് n/2 ആണ്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ബൈ 2 ആണ്. അപ്പൊ എന്താവും ഇക്വേഷൻ? mu is equal to √n × n+2 എന്നാവും. അങ്ങനെയാണ് നമ്മൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഫോർമുലയിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കൊഞ്ച് ചെയ്യുന്നത് നമുക്ക് പറയാം. അത് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് പോകുമ്പോ പറയാം കേട്ടോ. അപ്പം 3 ഇക്വേഷനും കഴിഞ്ഞു. സ്പിൻ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉള്ള കേസിലുള്ള പറഞ്ഞു, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇല്ലാത്ത കേസ് പറഞ്ഞു, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഫോർമുലയും പറഞ്ഞു. 3 പറഞ്ഞു കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ലാന്തനൈഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അറ്റ് 300 Kelvin ഫോർ സം കോമ്പൗണ്ട്സ് ഓഫ് ലാന്തനൈഡ് മെറ്റൽ. അപ്പം സീറിയം 3+, അൺപെയർഡ് ഇലക്ട്രോൺ, ഈ അൺപെയർഡ് ഇലക്ട്രോൺ എഫില് അല്ലെങ്കിൽ ഡിയിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് ഇത് പാരാമാഗ്നറ്റിക് ആയത്. അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ടേം സിമ്പിൾ എങ്ങനെ കണ്ടെത്താന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ? ഓർക്കണം. എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 2.28 ആണ്. എക്സ്പെരിമെന്റലി നമുക്ക് കിട്ടിയത് 2.28 ബോർ മാഗ്നറ്റോൺ ആണ്. പക്ഷെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന പാരാമാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 2.54 ആണ്. അപ്പം കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് കുറവാണ് എക്സ്പെരിമെന്റലി നമുക്ക് കിട്ടുന്ന പാരാമാഗ്നറ്റിക് മൊമെന്റ്. എക്സ്പെരിമെന്റലി കിട്ടുന്നതാണ് കുറവ് വരുന്നത് ദാൻ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇൻ ദ കേസ് ഓഫ് ലാന്തനൈഡ് കോംപ്ലക്സസ്. ഓക്കെ, ഒരുപാട് കോംപ്ലക്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലാന്തനൈഡ് മെറ്റൽസ് ഒരുപാട് മെറ്റൽസ് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വെച്ചതാണ്. മാഗ്നറ്റിസം എന്താണ്? ഓർബിറ്റൽ മോഷനും സ്പിന്നും മ്യൂ ഓർബിറ്റലും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ മ്യൂ ഓർബിറ്റൽ പ്ലസ് മ്യൂ സ്പിൻ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സ്പിന്നും ഓർബിറ്റലും കൂടെ കപ്പിൾ ചെയ്തിട്ടുള്ള കേസ്. ഒറിജിൻ ഓഫ് മാഗ്നറ്റിക്സ് ആണ് പറയുന്നത്. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിന് ഓർബിറ്റൽ മോഷൻ ഉണ്ട്, സ്പിന്നിന് ഇലക്ട്രോണിന് സ്പിന്നും ഉണ്ട്. അപ്പം സ്പിന്ന് വഴിയുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, ഓർബിറ്റൽ മോഷൻ വഴിയുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂ ഓർബിറ്റൽ പ്ലസ് മ്യൂ സ്പിൻ അല്ലെ. അത് നമ്മൾ ടൈപ്സ് നമ്മൾ വേറെ പറയും. ആദ്യം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓർഡർ മാറിപ്പോയോ? പറയാം, നമുക്ക് അവിടെ എത്തുമ്പോ പറയാം.
അപ്പം ഡിഫറെന്റ് ടൈപ്പ് മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞു പാരാമാഗ്നറ്റിസം ഡയാമാഗ്നറ്റിസം പറഞ്ഞില്ല. അതേപോലെ ഫെറോ മാഗ്നറ്റിസം, ആന്റി ഫെറോ മാഗ്നറ്റിസം ആൻഡ് ഫെറി മാഗ്നറ്റിസം, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ പാരാമാഗ്നറ്റിസം ഡയാമാഗ്നറ്റിസം നമ്മൾ പറഞ്ഞു. പാരാമാഗ്നറ്റിസം പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ അട്രാക്ട് ചെയ്യും. ഡയാമാഗ്നറ്റിസം പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ അല്ല, പെയർഡ് ഇലക്ട്രോൺസ് മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യും. പിന്നെ ഫെറോ, ആന്റി ഫെറോ, ഫെറി, ഇങ്ങനെ 3 ടൈപ്പും കൂടി ഉണ്ട്. ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ ഐഡന്റിക്കൽ ആൻഡ് പാരലൽ. ആന്റി ഫെറോ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ ഐഡന്റിക്കൽ ആൻഡ് ആന്റി പാരലൽ. അപ്പം പാരലൽ അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ അത് ഫെറോ മാഗ്നറ്റിസം ആണ്. പാരലൽ അല്ല, ആന്റി പാരലൽ അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ അത് ആന്റി ഫെറോ ആണ്. പിന്നെ ഫെറി മാഗ്നറ്റിസം പറയുന്നുണ്ട്. ഫെറി മാഗ്നറ്റിസം പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ ഡിഫറെന്റ് ആൻഡ് ആന്റി പാരലൽ. ഇവിടെയൊക്കെ മാഗ്നറ്റിക് മൊമെന്റ്സ് ഐഡന്റിക്കൽ ആയിരുന്നു, എല്ലാം ഐഡന്റിക്കൽ ആണ്. അത് പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഫെറോ, ആന്റി പാരലൽ ആവുകയാണെങ്കിൽ ആന്റി ഫെറോ, ഐഡന്റിക്കൽ അല്ല ആന്റി പാരലൽ ആണെങ്കിൽ ഫെറി മാഗ്നറ്റിസം. ഓക്കെ. Paramagnetism പറഞ്ഞാൽ atoms that have unpaired electron, also metals, and therefore a total electron spin. These individual magnetic moments can be oriented by an outer magnetic field to line up. Paramagnetic substances are not magnetic by themselves but can become magnet when an outer field is applied. Outer field apply ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് അലൈൻ ചെയ്ത് പാരലലും ആന്റി പാരലലും ആയിട്ട് അതിന്റെ അലൈൻമെന്റ് വരുന്നത്. Every ferromagnetic material has a Curie temperature Tc where it loses its permanent magnet and become paramagnetic. അപ്പം നമ്മൾ ഇനി അടുത്തത് ക്യൂരീസ് ലോയിലേക്കാണ് പോകുന്നത്. ക്യൂരീസ് ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പാരാമാഗ്നറ്റിസം ഒന്നും കൂടെ പറഞ്ഞത്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് പാരാമാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് നോട്ട് മാഗ്നറ്റിക് ബൈ ദംസെൽസ്, അതാ സ്വയം മാഗ്നറ്റ് അല്ല, പക്ഷെ ഔട്ടർ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ബിക്കംസ് മാഗ്നറ്റ്. നെക്സ്റ്റ് പറയുന്നത് ക്യൂരീസ് ലോ ആണ്. ഡിസ്ക്രൈബ് ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ഓൺ ദ ഔട്ടർ ഫീൽഡ് ബി ആൻഡ് ടെമ്പറേച്ചർ ടി. മറ്റേ ഫെറോമാഗ്നറ്റിസം ആന്റി ഫെറോമാഗ്നറ്റിസം ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ആ PPT അറിയാണ്ട് ഇടയിൽ വന്നത്, അത് നമ്മൾ വിശദമായിട്ട് ബാക്കിൽ പറയും കേട്ടോ. അതിന്റെ ഇടയിൽ പറഞ്ഞതുകൊണ്ട് ഇനി പുതിയതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട, ഉള്ള കൺഫ്യൂഷൻസ് മതി. ഓക്കെ. പിന്നെ നമ്മള് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസില് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും magnetic susceptibility of a material dependent on the outer field B and temperature C. Outer field പറഞ്ഞാൽ നമ്മളെ കൊടുക്കുന്ന field and temperature related by this Curie's equation. Chi m is equal to C into B by T. C into B by T. B എന്ന് പറയുന്നത് എന്താണ്? outer field. T എന്ന് പറയുന്നത് temperature. C എന്ന് പറയുന്നത് ഒരു constant. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി റിലേറ്റഡ് ടു ടെമ്പറേച്ചർ എങ്ങനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ക്യൂരീസ് ലോ. This chi m is equal to C into B by T. This law is called Curie's law. It's actually a restatement of Curie's law. Curie's law obeyed well for paramagnetic substances that are magnetically dilute. ഈ Curie's law എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ്. ദിസ് ഈസ് ഫെയർലി ഗുഡ് ഓൺലി ഫോർ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് സബ്സ്റ്റൻസസ്. എന്താ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് പറഞ്ഞാൽ? നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ഒക്കെ പറയാറില്ലേ, അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ല ഇൻഡിവിജ്വൽ മാഗ്നറ്റ് ആയിട്ട് നമ്മളെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിൽക്കുന്നത്. ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് തമ്മിൽ അടുത്തടുത്തുള്ള അൺപെയർഡ് ഇലക്ട്രോൺസ് വെൽ സെപ്പറേറ്റഡ് ബൈ പെയർഡ് ഇലക്ട്രോൺസ്, അതാണ് മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ. ദോസ് ഇൻ വിച്ച് ദ പാരാമാഗ്നറ്റിക് സെന്റേഴ്സ് ആർ വെൽ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഡയാമാഗ്നറ്റിക് ആറ്റംസ്. പാരാമാഗ്നറ്റിക് ആറ്റങ്ങളെ രണ്ട് പാരാമാഗ്നറ്റിക് ആറ്റങ്ങളെ ഡയാമാഗ്നറ്റിക് ആറ്റങ്ങൾ വഴി വെൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ പാരാമാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് എന്ന് പറയും.
അതല്ലാതെ പാരാമാഗ്നറ്റിക് ആറ്റംസ് അടുത്തടുത്ത് നിന്നാൽ അവ തമ്മിൽ വീണ്ടും ഒരു കപ്ലിംഗ് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കപ്ലിംഗ് ഇല്ല. ആ കപ്ലിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഡയാമാഗ്നറ്റിക് ആറ്റംസ് പാരാമാഗ്നറ്റിക് ആറ്റങ്ങളെ വെൽ സെപ്പറേറ്റഡ് ആണ്. അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് സബ്സ്റ്റൻസസ് എന്ന് പറയാം. അപ്പോൾ ക്യൂരീസ് ലോ ഇസ് വെരി obeyed fairly for magnetically dilute substances. Okay. In materials that are not magnetically dilute, magnetically dilute അല്ലാത്ത കേസുകളിൽ എന്താണ് സംഭവിക്കുക? Materials that are not magnetically dilute, unpaired spins on neighboring atom. ഞാൻ പറഞ്ഞല്ലോ, unpaired spin ഉള്ള atoms എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആറ്റംസ് വെൽ സെപ്പറേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ they may couple with each other. അവ തമ്മിൽ കപ്ലിംഗ് ഉണ്ടാവും. രണ്ട് പാരാമാഗ്നറ്റിക് ആറ്റംസ് തമ്മിൽ ഡയാമാഗ്നറ്റിക് ആറ്റംസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ കപ്ലിംഗ് ഉണ്ടാവില്ല. സെപ്പറേഷൻ കുറവാണെങ്കിലോ ഈ അൺപെയർഡ് സ്പിൻസ് ഉള്ള നൈബറിംഗ് ആറ്റംസ് കപ്പിൾ ടു ഈച്ച് അതർ. ദിസ് ഫിനോമിന ഈസ് റെഫേർഡ് ടു ആസ് മാഗ്നറ്റിക് എക്സ്ചേഞ്ച്. അപ്പൊ അവിടെ ഒരു മാഗ്നറ്റിക് എക്സ്ചേഞ്ച് നടക്കും. നൈബറിംഗ് അൺപെയർഡ് സ്പിൻസ് ഉള്ള നൈബറിംഗ് ആറ്റംസ് തമ്മിൽ കപ്പിൾ ചെയ്തിട്ട് മാഗ്നറ്റിക് എക്സ്ചേഞ്ച് പോസിബിൾ ആവും. അങ്ങനെയുള്ള കേസുകളിൽ ദാറ്റ് മീൻസ് മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് അല്ലാത്ത സബ്സ്റ്റൻസിലെ മെറ്റീരിയൽസ് ദാറ്റ് ഡിസ്പ്ലേ എക്സ്ചേഞ്ച് ബിഹേവിയർ ക്യാൻ യൂഷ്വലി ബി ട്രീറ്റഡ് with a modification of Curie's law, which is called Curie-Weiss law. Curie-Weiss law. That is equal to chi m is equal to C by T minus theta. Temperature നിന്ന് കുറക്കുന്ന ഒരു ഫാക്ടർ ആണ് ഈ തീറ്റ. So theta is a constant with units of temperature. This is also a constant with units of temperature. If the interacting magnetic dipoles on neighboring atom tends to assume a parallel arrangement. ഈ അടുത്തടുത്തുള്ള മാഗ്നറ്റിക് ഡൈപോൾസ് ഇന്ററാക്ട് ചെയ്യുന്ന അടുത്തടുത്തുള്ള മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ടല്ലോ, അവ തമ്മിൽ പാരലൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ, ഇനിയാണ് നമ്മളെ ഫെറോമാഗ്നറ്റിസം പറയുന്നത്. നമ്മളിപ്പോ അവിടെ വെറുതെ പാരലൽ ആന്റി പാരലൽ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസിലുള്ള ഇന്ററാക്ടിങ് ന്യൂക്ലിയസ്, ഇന്ററാക്ടിങ് ആറ്റംസ്, അവ ആ മാഗ്നറ്റിക് ഡൈപോൾസ് ഇൻ നൈബറിംഗ് ആറ്റം ടെൻഡ് ടു അസ്യൂം എ പാരലൽ അറേഞ്ച്മെന്റ്. അപ്പൊ പാരലൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ ഫെറോമാഗ്നറ്റിക് എന്ന് പറയും. ഇത് കണ്ടോ, ഓരോന്നും പാരലൽ അറേഞ്ച്മെന്റ് ആണ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇന്ന് പേനയില്ല നമുക്ക്, അതുകൊണ്ടാണ് എഴുതാനും ഇതാക്കി കാണിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാവണില്ലെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇത് വെച്ച് വെക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പം ഇന്ററാക്ടിംഗ് മാഗ്നറ്റിക് ഡൈപോൾസ് ഓൺ നൈബറിംഗ് ആറ്റം ടെൻഡ് ടു അസ്യൂം എ പാരലൽ അറേഞ്ച്മെന്റ്. ദ സബ്സ്റ്റൻസ് ഈസ് സെഡ് ടു ബി ഫെറോമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക്കിന്റെ ചിത്രമാണ് ഇത്, ഈ സെക്കൻഡ് വൺ. പിന്നെ ഇൻ എനി മെറ്റീരിയൽ ദാറ്റ് എക്സിബിറ്റ് മാഗ്നറ്റിക് എക്സ്ചേഞ്ച്, ദ ടെൻഡൻസി ടുവാർഡ്സ് സ്പിൻ അലൈൻമെന്റ് വിൽ കംപ്ലീറ്റ് വിത്ത് ദ തെർമൽ ടെൻഡൻസി ഫേവറിംഗ് സ്പിൻ റാൻഡംനെസ്. In all cases, there will be some temperature below which magnetic exchange dominates. But temperature ne affect ചെയ്യും എന്ത്? Magnetic exchange. അതാണല്ലോ നമ്മളെ Curie-Weiss law പറഞ്ഞത്. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് എക്സ്ചേഞ്ച് പ്രോപ്പർട്ടി കൂടുതൽ കാണിക്കാനും കുറവ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. In any material that exhibit magnetic exchange, tendency towards spin alignment will complete with the thermal tendency favoring spin randomness. In all cases, there will be some temperature below which magnetic exchange dominate. ഒരു particular temperature താഴെ magnetic exchange dominate ചെയ്യുന്ന ഒരു temperature ഉണ്ട്. This temperature is called Curie's temperature in the case of ferromagnetic substances, and Neal's temperature if it is antiferromagnetic. അപ്പൊ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്ടിംഗ് മാഗ്നറ്റിക് ഡൈപോൾസ് ഓൺ നൈബറിംഗ് ആറ്റം അലൈൻ പാരലൽ അലൈൻമെന്റ് ഉള്ളത്, അതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പൊ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ താഴത്തേക്ക് വന്നാൽ മാഗ്നറ്റിക് എക്സ്ചേഞ്ച് ഡോമിനേറ്റ് ചെയ്യും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ ക്യൂരീസ് ടെമ്പറേച്ചർ എന്ന് പറയും. അതേപോലെ നൈബറിംഗ് ഇന്ററാക്ടിംഗ് മാഗ്നറ്റിക് ഡൈപോൾസ് ആന്റി പാരലൽ അറേഞ്ച്മെന്റ് ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആന്റി ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ആ ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസില് ഒരു ടെമ്പറേച്ചറിന്റെ അപ്പുറത്തേക്ക് താഴ്ന്നാല് അവിടെ മാഗ്നറ്റിക് എക്സ്ചേഞ്ച് ഡോമിനേറ്റ് ചെയ്യും. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കാൾഡ് നീൽസ് ടെമ്പറേച്ചർ, TN.
Curie temperature Tc എന്നും Niels temperature Tn എന്നുമാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. Tn ആണ് if it is antiferromagnetic, Tc ആണ് if it is ferromagnetic. The change in susceptibility as the temperature is decreased below either Tc or Tn may be quite dramatic. ഈ Niels temperature അല്ലെങ്കിൽ Curie's temperature കഴിഞ്ഞാൽ പിന്നെ temperature decrease ചെയ്താൽ magnetic susceptibility ഒരു വൺ ചേഞ്ച് ആണുള്ളത്, ഡ്രാമാറ്റിക് ചേഞ്ച് ആണുള്ളത്. അതിനെ ഒരു എന്താണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത് വെച്ചിട്ടും സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എ കമ്പാരിസൺ ഓഫ് ഫോർ മാഗ്നറ്റിക് ബിഹേവിയർ, ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം ആൻഡ് anti-ferromagnetism is given in the in a figure. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് in this graphical representation. അപ്പം ഫെറോമാഗ്നറ്റിക്കില് എന്താ നമ്മൾ പറഞ്ഞത്, Curie's temperature ആണ്. Curie's temperature എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ താഴുമ്പം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിൽ ഒരു അബ്രപ്റ്റ് ഇൻക്രീസ് ആണ് കാണുന്നത്. അതേപോലെ ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നോക്കിയേ, ഇതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഇവിടെയാണ് Curie's temperature. Curie's temperatureന്റെ താഴത്തേക്ക് കണ്ടോ കുത്തനെ കൂടുകയാണ്, അബ്രപ്റ്റ് ചേഞ്ച്, ഡ്രാമാറ്റിക് ചേഞ്ച് എന്ന് പറയാം. പിന്നെ ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഈ ടെമ്പറേച്ചറിനെ നമ്മൾ നീൽസ് ടെമ്പറേച്ചർ എന്നാ പറഞ്ഞത്. നീൽസ് ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഒരു ഡിക്രീസ് ആണ്. നീൽസ് ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കുറയുമ്പം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിൽ ഒരു ഡ്രാസ്റ്റ് ഡിക്രീസ് ആണ് വരുന്നത്. പിന്നെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇല്ല, അതാ പോകുന്ന പോക്കിൽ അങ്ങനെ പോവാണ്. അതേപോലെ വേറൊരു സബ്സ്റ്റൻസ് ഡയാമാഗ്നറ്റിക്കും കൂടെ പറയാറുണ്ട്, അത് ഈ ഫിഗറിലില്ല. ഡയാമാഗ്നറ്റിക്കിന്റെ ഫിഗർ എങ്ങനെ വരികയെന്നോ, ഇങ്ങനെ ഒരു മാറ്റം അല്ലാതെ പാരലലാട്ടോ, ഞാൻ വരച്ചതിൽ പാരലൽ അല്ലെങ്കിലും നിങ്ങൾ പാരലലായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അതിങ്ങനെ മൗസ് കൊണ്ട് വരക്കുമ്പോഴുള്ള പ്രശ്നം. ഇത് ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിക്ക് എഫക്റ്റ് ഒന്നുമില്ല, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബാക്കി പാരാമാഗ്നറ്റിക്കും ആന്റി ഫെറോമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കിലും ടെമ്പറേച്ചറും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ അപ് ടു നീൽസ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂരിയസ് പോയിന്റ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യൂരിയസ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് എങ്ങനെയെന്നുള്ളതും ഓർമ്മയിലുണ്ടാവണം. പണ്ട് ഞങ്ങള് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഒരു ഫിഗർ, ഈ ഗ്രാഫ് തന്നിട്ട് ABCD, ഓരോ ഗ്രാഫിനെ ABCD എന്ന് കാണിച്ചു. അതിൽ ഏതാണ് പാരാമാഗ്നറ്റിക്, ഏതാണ് ഫെറോമാഗ്നറ്റിക്, ഏതാണ് ആന്റി ഫെറോമാഗ്നറ്റിക്, ഏതാണ് ഡയാമാഗ്നറ്റിക് എന്ന് അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രമുള്ള കേസുകളിൽ മാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് മൊമെന്റിന് നമ്മൾ ഇഗ്നോർ mu is equal to square root of n into n plus 2. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ഒക്കെ മതിയായ കാര്യമാണ്. പോട്ടെ, ഇതും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ് പറയുന്നതെന്ന് നോക്കാം. മെറ്റൽ അയോണില് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയാൽ അതിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ, d ഇലക്ട്രോൺസ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് K3Fe oxalate 3.3H2O, Fe3+ അയോൺ ഉള്ള ഒരു കോർഡിനേഷൻ കോംപ്ലക്സ്. അവിടെ എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി, എന്താണ് ഒക്ടാഹെഡ്രയാണ്. നമ്പർ ഓഫ് d ഇലക്ട്രോൺസ് എത്ര, 5 ആണ്. Fe3+ എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ. അയൺ എന്ന് പറഞ്ഞാൽ S2d6 ആണ്. അപ്പൊ Fe3+ എന്ന് പറയുമ്പോൾ S0d5 ആണ്. അപ്പൊ d ഇലക്ട്രോണിന്റെ എണ്ണം 5. സ്ട്രക്ചർ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്ടാഹെഡ്ര. ഹൈസ്പിൻ ആണോ ലോ സ്പിൻ ആണോ എന്നുള്ളത് മാഗ്നറ്റിക് മൊമെന്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പം 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5 × 7 ആണ് വരിക അല്ലെ. അപ്പോ എത്രയാണ് മാഗ്നറ്റിക് മൊമെന്റ് വരിക? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് സ്ക്വയർ റൂട്ട് ഓഫ് 35 വരും. ബോർ മാഗ്നറ്റോൺ 35 എന്ന് പറയുമ്പോൾ 5.9 ബോർ മാഗ്നറ്റോൺ വരും അല്ലെ. ദാറ്റ് ഈസ് 5.9 ബോർ മാഗ്നറ്റോൺ വരുമ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് 5.
നമ്മൾ ആ ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ താഴെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 1 ആവുമ്പോൾ 1.73, 2 ആവുമ്പോൾ 2.83, 3 ആവുമ്പോൾ 3.87, 4 ആവുമ്പോൾ 4.9, 5 ആവുമ്പോൾ 5.9. അങ്ങനെ ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയാൽ അതിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എത്രയെന്നും പറയാം, ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ വരികയെന്നും പറയാം. 5 അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ Fe3+ല് ആകെ ഡിയിൽ 5 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ 5 അൺപെയർഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ എങ്ങനെയാവും, T2G3 Eg2 ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ കേസ് നോക്കിയേ, K2 CuCl4. ഇത് Cu2+ ആണ്. Cu2+ പറഞ്ഞാൽ 9 ഇലക്ട്രോൺ ആണ്. CuCl4 2- ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താ, ടെട്രാഹെഡ്ര ആണ് വരിക. ടെട്രാഹെഡ്ര ആവുമ്പോൾ അത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം 9 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹൈ സ്പിൻ ആണെങ്കിലും ലോ സ്പിൻ ആണെങ്കിലും ഒറ്റ കോൺഫിഗറേഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. ഇനി എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, 1 അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. സോ മാഗ്നറ്റിക് മൊമെന്റ് 1.73 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇതിങ്ങനെ മാഗ്നറ്റിക് മൊമെന്റ് പറഞ്ഞപ്പോ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം at room temperature, observed value of mu effective for chromium En thrice Br2 is 4.75 mu b. If the complex is high or low spin. At room temperature, observed value of mu effective for CrEn3Br2 is 4.75 Bohr magneton. If the complex is high or low spin. എന്നാണ് ചോദ്യം. അപ്പം CrEn3Br2 contain octahedral CrEn3 2+ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്രോമിയം 2+ കോംപ്ലക്സ് ആണ്. ക്രോമിയം 2+ എന്ന് പറയുമ്പോൾ D4 ആണ് അയോൺ അല്ലെ. D4 അയോൺ എന്ന് പറയുമ്പോൾ എഥിലീൻ ഡയമീൻ ലിഗാൻഡും വരുമ്പോൾ ലോ സ്പിൻ ആണ്. ലോ സ്പിൻ വിൽ ഹാവ് 2 അൺപെയർഡ് ഇലക്ട്രോൺ. 2 അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ ഉണ്ടാവുള്ളൂ. T2G4 ആണ് വരിക. T2G4 എന്ന് പറഞ്ഞാൽ 2 അൺപെയർഡ് ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഹൈ സ്പിൻ ആവുമ്പോൾ T2G3 Eg1 വരണം. അപ്പൊ നമുക്ക് 4 അൺപെയർഡ്, 4 അൺപെയർഡ് ആയിട്ട് നിൽക്കും. 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പം സ്പിൻ ഓൺലി ഫോർമുല നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസ് വാലിഡ്. ഫസ്റ്റ് റോ മെറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റിന്റെ അല്ലേ ക്രോമിയം. അപ്പൊ അവിടെ നമുക്ക് 4 ആണോ 2 ആണോ അൺപെയർഡ് ഇലക്ട്രോൺ എന്നുള്ള കേസിൽ നമുക്ക് സംശയമുള്ളൂ. അപ്പൊ സ്പിൻ ഓൺലി ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് n × n+2 എന്നുള്ള ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 2 അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ 2.83 കിട്ടും. 4 അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ 4.9 കിട്ടണം. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞത് എന്താണ്, റൂം ടെമ്പറേച്ചറിൽ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് മ്യൂ എഫക്റ്റീവ് ഫോർ ദിസ് കോംപ്ലക്സ് ഈസ് 4.75 mu b ആണ്. ബോർ മാഗ്നറ്റോൺ ആണ്. 4.75 എന്ന് പറയുന്നത് ഹൈ സ്പിൻ കോൺഫിഗറേഷന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന 4.90 ക്ലോസ് ആണ്. The latter is close to the observed value and is consistent with the high spin complex. അത് ഈ 4.9 എന്ന് പറഞ്ഞ ഈ ഇതിന് കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കോംപ്ലക്സില് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഹൈ സ്പിൻ കേസ് ആണ് എന്നർത്ഥം. 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ 4.9 അടുത്തേക്കുള്ള മാഗ്നറ്റിക് മൊമെന്റ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫൈൻഡ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫ്രം ദ ഫോളോയിങ് ഒബ്സർവേഷൻ. ഫസ്റ്റത്തെ ഒരെണ്ണം മാത്രം ചെയ്യാം. മ്യൂ എഫക്റ്റീവ് ഫോർ ക്രോമിയം NH3 6 times Cl2 എന്ന് പറഞ്ഞാൽ ക്രോമിയം 2+ is 4.85. ഇവിടെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയാൻ വന്നത്. ക്രോമിയം എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. ക്രോമിയം 2+ എന്ന് പറഞ്ഞാൽ S0D4 ആണ്. അപ്പൊ 4 ഇലക്ട്രോൺ ഉണ്ട്. 4 അൺപെയർഡ് ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, 4.85 നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരിക, ഇവിടെ എന്താണ് ഒക്ടാഹെഡ്ര ആണ്. അപ്പൊ T2G4 ആണോ, അല്ല, 4 അൺപെയർഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ T2G3 Eg1 ആണ് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയൊന്നും ചെയ്യണില്ല, ചെയ്ത് നോക്കൂലേ. ലാസ്റ്റത്തെ ഒരെണ്ണം നോക്കിയേ.
mu effective for Mn NCS 6 for minus is 6.6 mu b. 6.6 വരണമെങ്കിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവണം? Mn 2+ ആണ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. മാംഗനീസ് 2+ എന്ന് പറഞ്ഞാല് D5 ആണ് അല്ലെ. D5 പറഞ്ഞാല് അതില് നമ്മളെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വെച്ച് 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5.93 സംതിങ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 6ന്റെ അടുത്താണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 6ന്റെ അടുത്തുള്ള മാഗ്നറ്റിക് മൊമെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ കോംപ്ലക്സ് ഹൈസ്പിൻ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വരാം? Mn2+ എന്ന് പറഞ്ഞാൽ D5ല് T2G5Eg0 വരാം കോൺഫിഗറേഷൻ. T2G5Eg0 പറയുമ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് 1.73 കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കിട്ടിയത് 6.06 ആയതുകൊണ്ട് ഈ കോംപ്ലക്സിൽ Mn2+ന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? T2G3Eg2 ആണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കണം. അപ്പൊ അതാണ് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരെ. അങ്ങനെ ഇടയിലുള്ള രണ്ടും കൂടെ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് അറിയുന്നതാണ്, ഈ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ തിങ്ക് Inferring an electron configuration from a magnetic moment. The magnetic moment of a certain octahedral cobalt-2 complex is 4 mu b. What is its d electron configuration? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ we need to match the possible electron configuration of the complex with the observed magnetic dipole moment. Cobalt-2 complex is D7. The two possible configurations are T2G5Eg2 ആവാം. അപ്പൊ അവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? 3 ഉണ്ട് with 3 unpaired electron, or T2G6Eg1 with 1 unpaired electron. അപ്പം 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്പിൻ ഓൺലി ഫോർമുല 3.9 ആവും. 1 ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1.73 ആവും. ഇവിടെ നമുക്ക് കിട്ടിയത് 3.9 അറൌണ്ട് 4 ആണ് അല്ലെ. നമുക്ക് കിട്ടിയ തന്ന വാല്യൂ എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് ഇവിടെ കൊബാൾട്ട് 2ന്റെ കോൺഫിഗറേഷൻ ഏതാണെന്ന് നമ്മൾ പറയുന്നത് T2G5Eg2 ആണ്. Therefore, the only consistent assignment is the high spin configuration T2G5Eg2. അങ്ങനെയാണ് നമുക്കറിയാം. നെക്സ്റ്റ് പറയുന്ന ഒരു ടേം ആണ് സ്പിൻ ക്രോസ് ഓവർ. SCO, സ്പിൻ ക്രോസ് ഓവർ. Some complexes can change from low spin to high spin at a higher temperature. But temperature കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിലൊക്കെ ഭയങ്കര ചേഞ്ചുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പിൻ സ്റ്റേറ്റ് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു കോംപ്ലക്സ് അത് ലോ സ്പിൻ സ്റ്റേറ്റിലായിരുന്നു, അത് ടെമ്പറേച്ചർ മാറുന്നത് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോയപ്പോൾ അത് ഹൈ സ്പിൻ സ്റ്റേറ്റിലേക്ക് മാറാം. കാരണം ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനർജി കൊടുക്കല്ലേ. അപ്പൊ അവിടെ സ്പിൻ ക്രോസ് ഓവർ പോസിബിൾ ആണ്. അപ്പം എന്താണ് ഈ സ്പിൻ ക്രോസ് ഓവർ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. As we know, a number of transition metal ions form both high spin and low spin complexes. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ ലിഗാൻഡിന്റെ നാച്ചറും അതേപോലെ എലമെന്റ് ട്രാൻസിഷൻ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഹൈ സ്പിനോ ലോ സ്പിനോ കോംപ്ലക്സുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം and we have now seen that magnetic susceptibility measurements allow us to experimentally distinguish one from the other. അപ്പൊ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും പറ്റും. നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. Within ligand field theory, these two spin configurations in octahedral complexes are explained in terms of relative magnitude. എക്സ്പെരിമെന്റലി ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മെഷർമെന്റ്സിന് കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. Within ligand field theory, these two spin configurations in octahedral complexes are explained in terms of relative magnitudes of delta O and pairing energy. അത് നമ്മൾ ഇലക്ട്രോണിന്റെ ഡെൽറ്റ ഒ കാൽക്കുലേഷൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ ഒയുടെ വാല്യൂയും പെയറിംഗ് എനർജിയും നോക്കിയിട്ടാണ് അത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ ഫോം ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്നത്.
അപ്പം ഡെൽറ്റ ഒ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ലെസ് ദാൻ പെയറിംഗ് എനർജി ആണെങ്കിലും ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി ആണെങ്കിലും രണ്ട് രീതിയിലുള്ള കോംപ്ലക്സുകൾ ഫോം ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. The two spin configurations in octahedral complexes are explained in terms of relative magnitudes of delta O and pairing energy. We associate high spin complexes with condition delta O less than P. ഡെൽറ്റ പെയറിംഗ് എനർജിനെക്കാളും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിനെക്കാളും പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കുറവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. പെയറിംഗ് എനർജി കൂടുതലാവുമ്പോൾ ഹൈ സ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ T2Gയിൽ 3 ഫിൽ ചെയ്തതിന് ശേഷം EGയിലും 2 സിംഗിളി ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ. ഇനി ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി ആണെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സുകളാണ് ഫോം ചെയ്യുക. ഡെൽറ്റ ഒ ഗ്രേറ്റർ ആവുമ്പോൾ, ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ T2Gയും EGയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാവുമ്പോൾ എന്താണ്? അവിടെ താഴെയുള്ള T2Gയിൽ സിംഗിളി ഓക്യുപ്പേഷൻ നടന്ന് അവിടെ പെയറിംഗ് നടന്നതിന് ശേഷം മാത്രമേ EGയിലേക്ക് ഇലക്ട്രോൺ പോകുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മുന്നേ. അപ്പം ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി ആവുമ്പോൾ ലോ സ്പിൻ കോംപ്ലക്സും ഡെൽറ്റ ഒ ലെസ് ദാൻ പി ആവുമ്പോൾ ഹൈ സ്പിൻ കോംപ്ലക്സും ഫോം ചെയ്യും. ഫോർ കോംപ്ലക്സസ് ഇൻ വിച്ച് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ ഒ ആൻഡ് പി ഈസ് റിലേറ്റീവ്ലി സ്മോൾ, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിലോ? ഇതിപ്പോ ഗ്രേറ്ററും സ്മോളറും പറയുന്നുണ്ട്. ഡെൽറ്റ ഒയും പിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. Difference between delta O and P is relatively small ആകുമ്പോൾ an intermediate field situation is possible. It is possible for the two spin states to coexist in equilibrium with each other. അപ്പോൾ ഡെൽറ്റ ഒയും പെയറിംഗ് എനർജിയും തമ്മിലുള്ള വലിയ ഡിഫറൻസ് ഇല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ രണ്ട് സ്പിൻ സ്റ്റേറ്റ്സുകളും ഇക്വിലിബ്രിയത്തിൽ വരും. Consider Fe2 plus ion. An example പറഞ്ഞിട്ടുണ്ട്. The two extremes it form high spin paramagnetic FeH2O 6 times 2 plus S2 ആണ് എന്ന് പറഞ്ഞാല് അത് ഹൈ സ്പിൻ പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ്. പിന്നെ FeCN6 4- ആവുമ്പോൾ അത് ലോ സ്പിൻ ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ട് ആണ്. S is equal to 0. Tanabe-Sugano diagram pertaining to these D6 complexes shows that near the crossover point between weak and strong field, the difference in energy between spin free and spin paired ground state become very small. അപ്പം ഇവിടെ ലോ സ്പിന്നിൽ നിന്ന് ഹൈ സ്പിന്നിലേക്ക് മാറും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പം അത് ഹൈ സ്പിൻ കോംപ്ലക്സ് ലോ സ്പിൻ ആയിട്ട് മാറാൻ സാധിക്കും. അതാണ് നമ്മൾ സ്പിൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. It is reasonable to expect that both spin states may be present simultaneously and that the degree to which each is represented will depends on temperature. Delta O minus P is equal to KT. അപ്പോൾ ഈ ഡെൽറ്റ ഒയും പിയും തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഡിഫറൻസിനനുസരിച്ചിട്ടാണ് അത് ലോ സ്പിൻ ആണോ ഹൈ സ്പിൻ ആണോ എന്ന് തീരുമാനിക്കുക. അപ്പൊ ഡെൽറ്റ ഒ മൈനസ് പി ഇസ് ഈക്വൽ ടു കെ ടി എന്ന് പറഞ്ഞാല് അപ്പൊ ഇതില് ഹൈ സ്പിൻ ആണോ ഡോമിനേറ്റ് ചെയ്യുക ലോ സ്പിൻ ആണോ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഡെൽറ്റ ഒ മൈനസ് പി ഇസ് ഈക്വൽ ടു കെ ടി. A complex illustrating this effect is Fe Phen twice NCS twice എന്ന് പറയുന്ന കോംപ്ലക്സിലാണ് ഈ സ്പിൻ ക്രോസ് ഓവർ പോസിബിൾ ആയിട്ടുള്ളത്. A plot of its magnetic moment against temperature is shown below. മാഗ്നറ്റിക് മൊമെന്റും ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്ത ഒരു പ്ലോട്ടാണ് തന്നിട്ടുള്ളത്. അതിലൊന്ന് നോക്കുക, ആ ഫിഗറിൽ നോക്കുക. At high temperature a moment consistent with 4 unpaired electrons. ഹയർ ടെമ്പറേച്ചറിൽ ഇവിടെയാണ്. ഹയർ ടെമ്പറേച്ചറിൽ മാഗ്നറ്റിക് മൊമെന്റ് 5 ആണ്, അറൌണ്ട് 5 ആണ്. അറൌണ്ട് 5 പറഞ്ഞാൽ 4.9 അടുത്താണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ 4 അൺപെയർഡ് ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. But as the temperature is decreased, a sharp drop in magnitude is observed at 175 Kelvin. 175 Kelvinന്റെ ഒരു ഡ്രോപ്പ് ആണ് താഴത്തേക്ക് കുത്തനെ. അപ്പോ
where the low spin form become dominant. Usually spin transition occurs somewhat more gradually than in the case shown here, and reason for the abruptness observed for this complex as well as some residual paramagnetism seen at low temperature has been discussed extensively. അപ്പോൾ ലോ ടെമ്പറേച്ചർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ലോ ടെമ്പറേച്ചർ കുറഞ്ഞപ്പം ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടായി. അത് എന്തിലേക്ക് മാറി? അത് ഹൈ സ്പിൻ സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് മാറി? ലോ സ്പിൻ സ്റ്റേറ്റിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ ലോ സ്പിൻ സ്റ്റേറ്റിൽ പിന്നെ 175ന്റെ താഴെ ടെമ്പറേച്ചറിൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുന്നത് corresponds to 1 ആണ്. അപ്പൊ ദാറ്റ് മീൻസ് അത് ലോ സ്പിന്നിലേക്ക് മാറി എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഹൈ സ്പിന്നിൽ നിന്ന് ലോ സ്പിന്നിലേക്ക് ഒരു സ്പിൻ ക്രോസ് ഓവർ നടന്നു ആസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. Even for complexes that do not exhibit spin crossover, the temperature dependence of magnetic properties can provide very important information. ഇതിപ്പം സ്പിൻ ക്രോസ് ഓവർ നടന്ന പോസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ ആസ് ടെമ്പറേച്ചർ മാറുമ്പം എങ്ങനെയാണ് സ്പിൻ ക്രോസ് ഓവർ നടക്കുന്നത്, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് കാണിക്കുന്നതാണ്. പക്ഷെ സ്പിൻ ക്രോസ് ഓവർ നടക്കാത്ത കേസുകളിലും magnetic property depends on temperature, that is expressed by Curie's law. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്യൂരീസ് ലോയില് ആദ്യം എന്ത് പറയുന്നു? മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾക്കുള്ള ക്യൂരീസ് ലോ പറഞ്ഞു. പിന്നെ ക്യൂരീസ് വീസ് ലോ പറഞ്ഞു മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് അല്ലാത്ത സബ്സ്റ്റൻസുകൾക്ക്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് സ്പിൻ ക്രോസ് ഓവർ നടക്കുന്ന സബ്സ്റ്റൻസിലുള്ള മാഗ്നറ്റിക് മൊമെന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച് ഹൈ സ്പിൻ ടു ലോ സ്പിൻ കോംപ്ലക്സ് ചേഞ്ചിങ് ദ മാഗ്നറ്റിക് മൊമെന്റ്. നമ്മള് NCS ട്വൈസില് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തപ്പോൾ ഹൈ സ്പിന്നിലുള്ള കോംപ്ലക്സ് ലോ സ്പിൻ ആയിട്ട് മാറി. സ്പിൻ ക്രോസ് ഓവർ നടന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റാപ്പിഡ് ഇൻട്രസ്റ്റ് ഇൻ സ്പിൻ ക്രോസ് ഓവർ phenomenon also leads to advanced technological applications such as switches, data storage, and optical displays. Measurement of the magnetic susceptibility as a function of temperature is the principal technique used to characterize SCO complexes. സ്പിൻ ക്രോസ് ഓവർ നടക്കുന്ന കോംപ്ലക്സുകളെ ക്യാരക്ടറൈസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് വഴി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്താൽ പ്ലോട്ടിന്റെ ഷേപ്പ് നോക്കിയിട്ട് തന്നെയാണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പ്ലോട്ട് ഷോയിങ് എ സ്പിൻ ട്രാൻസിഷൻ അറ്റ് 180 Kelvin. കോംപ്ലക്സ് എക്സാമ്പിൾ നോക്കണ്ട, ആ ഷേപ്പ് മനസ്സിലാവണം, അത്ര മാത്രമേ ഉള്ളൂ ഉദ്ദേശം. സ്പിന്ന് ഹാഫ് ആയപ്പം ഉള്ള അവസ്ഥ, പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞപ്പം അത് സ്പിൻ ക്രോസ് ഓവർ നടന്നു, പിന്നെ ലോ ടെമ്പറേച്ചറിൽ അത് സ്പിന്ന് 0 ആയി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് ആണ് കാണിക്കുന്നത്. ഇനിയാണ് നമ്മൾ സ്പിൻ ആൻഡ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ടു ദ മാഗ്നറ്റിക് മൊമെന്റ്. അവിടെ പറയാണ്ട് പോന്നിട്ടില്ലേ, ഇവിടെ പറയാന്ന് പറഞ്ഞു, അത് പറയാനുണ്ട്. സ്പിന്ന് മാത്രം, സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രമുള്ള കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വെച്ച്. പിന്നെ പറയാനുള്ളത് ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും കൂടെ ഉള്ള കേസാണ്. The observed moment of high spin complexes of first row transition metals are in good agreement with calculated spin only magnetic moment. However, such agreements are absent in few cases. For example, for cobalt 2, in the case of cobalt 2 complexes, the observed mu is higher than the calculated by spin only formula. ചില കോംപ്ലക്സുകളില് ഇപ്പം ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിൽ മിക്കവാറും എല്ലാത്തിനും കാൽക്കുലേറ്റ് ചെയ്ത സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റും എക്സ്പെരിമെന്റലി മെഷർ ചെയ്തതും തമ്മിൽ നല്ല അഗ്രിമെന്റിലാണ്.
പക്ഷെ ചില കോമ്പൗണ്ട്സിൽ എക്സെപ്ഷണൽ കേസ് കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? കോബാൾട്ട് 2 കോംപ്ലക്സ്. ഒബ്സർവ്ഡ് mu is higher than the calculated by spin only formula. അതെന്തുകൊണ്ടാണ്? This enhanced moment is due to orbital contribution to the magnetic moment. ആ enhanced value എന്ന് പറയുന്നത് that is due to orbital contribution. അപ്പൊ ഇനി ആരൊക്കെ കാണിക്കും orbital contribution എന്നുള്ളൊരു ചോദ്യം വരും അല്ലെ? അപ്പം mu effective is equal to ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. mu effective is equal to mu spin only into 1 minus alpha lambda divided by delta O. Delta O പറഞ്ഞാൽ ഒക്ടാഹെഡ്രലിന്റെ സ്പ്ലിറ്റിംഗ് എനർജി. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് സ്പിൻ ഓൺലി ഫോർമുലയും നമുക്ക് എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയ ഡിഫറൻസും എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു ട്രാൻസിഷൻ എലമെന്റ്സിൽ കുറെ കോംപ്ലക്സുകളിലെ എല്ലാം നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റഡ് ബൈ സ്പിൻ ഓൺലി ഫോർമുലയും എക്സ്പെരിമെന്റലി മെഷേർഡും ഗുഡ് അഗ്രിമെന്റിലാണ്. പക്ഷെ ചില കേസുകളിൽ ഫോർ എക്സാമ്പിൾ കോബാൾട്ട് 2 അതിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഓർബിറ്റൽ മോഷൻ. When it is possible to transform an orbital into an equivalent degenerate orbital by rotation, then an orbital angular momentum arises. അതാണ് അതിന്റെ റീസൺ. എങ്ങനെ പറയാം? അപ്പം ഒരു when it is possible to transform an orbital into an equivalent orbital by rotation, then an orbital angular momentum arises. നമുക്ക് ഒക്ടാഹെഡ്രയുടെ കേസ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ T2G ടൈപ്പ് ഓർബിറ്റൽ ഉണ്ട്, EG ടൈപ്പ് ഓർബിറ്റൽ ഉണ്ട്. T2G എന്താണ്? DXY, DXZ, DYZ മൂന്നിന്റെയും ഷേപ്പ് ഒരേപോലെ, ജോമെട്രി ഒക്കെ ഒരേപോലെ തന്നെയാണ് അല്ലെ? ഇനി EG ടൈപ്പ് ഓർബിറ്റലിൽ നോക്കുകയാണെങ്കിലോ EGയില് DX² മൈനസ് Y² എങ്ങനെയാ ഷേപ്പ് കിടക്കുന്നത്? X ആക്സിസിലും Y ആക്സിസിലും ലോബ്സ് ഉള്ള ഡബിൾ ഷേപ്പ് ആണ്. അതേസമയം DZ² Z ആക്സിസിൽ ഒരു സിംഗിൾ ഡംബലും അതിന്റെ ചുറ്റും ഒരു ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി ഉള്ള ഒരു സർക്കിളും. അപ്പം EGയിലുള്ള രണ്ട് ഓർബിറ്റലുകൾ എന്ന് പറഞ്ഞാൽ DX² മൈനസ് Y² DZ² അത് രണ്ടിനും ഷേപ്പ് ഒരേപോലല്ല. അത് അവിടെ നമുക്ക് ഇന്റർചേഞ്ച് പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാല് ഇന്റർചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസ്ഫോം ആൻ ഓർബിറ്റൽ ഇൻടു ആൻ ഈക്വലന്റ് ഓർബിറ്റൽ ബൈ റൊട്ടേഷൻ ആണ്. എന്ന് പറഞ്ഞാല് T2Gയിൽ 3 ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മൂന്നും ഒരേപോലെയാണ്. അപ്പൊ T2G1 എന്ന് പറഞ്ഞാല് DXYയിൽ ഇരിക്കാം ആ ഇലക്ട്രോണിന്, DXZയിൽ ഇരിക്കാം, DYZയിൽ ഇരിക്കാം, മൂന്നും ഒരേപോലെ. അപ്പൊ XZയിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് YZയിൽ ഇരുന്നാലും, YZയിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് XYയിൽ ഇരുന്നാലും ഉണ്ടാവുക. ഇത് മൂന്നിന് നമുക്ക് ബൈ റൊട്ടേഷൻ ഇന്റർചേഞ്ച് പോസിബിൾ ആണ്, കാരണം മൂന്നും ഒരേപോലെയാണ് അല്ലെ? അതേസമയം EGയിലാണ് ആ ഇലക്ട്രോൺ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ പോസിബിൾ അല്ല, കാരണം X² മൈനസ് Y² ഇരിക്കുക എന്ന് പറഞ്ഞാല് ഒരു ഡിഫറെന്റ് രീതിയിലാണ് അതിന്റെ ഷേപ്പ് കിടക്കുന്നത്. അതേപോലെ അല്ല അതിന്റെ എന്തിന്റെ ഷേപ്പ്? DZ² ഷേപ്പ്. അപ്പൊ EGയില് അൺപെയർഡ് ഇലക്ട്രോൺ വന്നാല് റൊട്ടേഷൻ പോസിബിൾ അല്ല, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓർബിറ്റൽ ഇൻടു ഈക്വലന്റ് ഡീജനറേറ്റ് ഓർബിറ്റൽ നടക്കില്ല EGയിൽ. അതേസമയം T2Gയിൽ അത് പോസിബിൾ ആവും. ഓക്കെ, അപ്പൊ T2Gയിൽ ഉള്ള ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ നോക്കിയിട്ടാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോ when it is possible to transform an orbital into an equivalent degenerate orbital by rotation, then an orbital angular momentum arises. ഇനി എക്സാമ്പിൾ എടുക്കാം. For T2G orbital DXY, DXZ, DYZ by rotation through 90 degree can be interconverted. This is possible because these three orbitals have same shape through with different orientation in space. But in the case of EG orbital, DX² minus Y² and DZ² have different shapes and therefore they cannot be interconverted by rotation. Okay. മനസ്സിലാവുന്നുണ്ടോ? ഹലോ? ഓക്കെ. ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ വരുന്നതിന്റെ റീസൺ ആണ് നമ്മൾ പറയുന്നത്. അപ്പം ട്രാൻസിഷൻ എലമെന്റ്സിൽ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഏകദേശം എല്ലാത്തിനും സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന അതേ റിസൾട്ടിനോട്
അഗ്രിമെന്റിൽ വരുന്ന വാല്യൂ ആണ് നമുക്ക് എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടുക എന്നാ പറയുന്നത്. പക്ഷെ ചില കേസുകളിൽ ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. ആ കാണുന്ന വ്യത്യാസത്തിന്റെ കാരണം സ്പിൻ കോൺട്രിബ്യൂഷൻ മാത്രമല്ലാതെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷനും കൂടെ മാഗ്നറ്റിക് മൊമെന്റിലേക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റിലേക്ക് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എല്ലാ കേസുകളിലും വരുന്നില്ല. വരുന്ന കേസുകളിൽ മാത്രമാണ് കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റും എക്സ്പെരിമെന്റലി മെഷേർഡ് മാഗ്നറ്റിക് മൊമെന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഉണ്ടാവുന്ന കേസുകളാണ് നമ്മൾ അടുത്തത് പറയുന്നത്. അപ്പം ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫോം ആൻ ഓർബിറ്റൽ ഇൻടു ആൻ ഇക്വലന്റ് ഓർബിറ്റൽ ബൈ റൊട്ടേഷൻ. then an orbital angular momentum arises. അപ്പൊ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അത് ആ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒന്നിലധികം ഇലക്ട്രോൺ അത് ഒരു ഓർബിറ്റലിൽ ഇരിക്കുക, അതൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു ഓർബിറ്റൽ നൊട്ടേഷൻ വരും. അത് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ വഴി നമുക്ക് അതിന്റെ എന്ത് പോസിബിൾ ആവുക, ഇക്വലന്റ് ഓർബിറ്റല് എത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ മാത്രമാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ടു മാഗ്നറ്റിക് മൊമെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളത് T2G EG രണ്ട് കേസുകളും കൺസിഡർ ചെയ്യണം. അപ്പൊ T2Gയിൽ നമുക്ക് 3 ഓർബിറ്റലുകളാണ് ഉള്ളത്. അത് മൂന്നും സെയിം ഷേപ്പാണ്, സെയിം ജോമെട്രി ആണ്. DXY XZ YZ എല്ലാത്തിനും ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ലോബ്സ് ഉള്ള ഡബിൾ ഡംബൽ ഷേപ്പാണ്. അപ്പൊ ഇതില് T2Gയിൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ നിന്നാല് അത് DXYയിൽ നിന്നാല് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ DXZയിൽ നിൽക്കും, ഇക്വലന്റ് കോൺഫിഗറേഷൻ ആണ്. ഒന്നുകൂടെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ DXZയിൽ നിൽക്കും, അതും ഇക്വലന്റ് ടു ഫസ്റ്റ് കോൺഫിഗറേഷൻ. കാരണം മൂന്നിന്റെയും ഷേപ്പ് സെയിം ആണ്. അതേസമയം EGയിലാണ് ഈ ഇലക്ട്രോൺ വരുന്നത് എന്നുണ്ടെങ്കിൽ EGയിലുള്ള രണ്ട് ഓർബിറ്റലുകളുടെയും ഷേപ്പ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ റൊട്ടേഷൻ നടന്നാലും ഇക്വലന്റ് കോൺഫിഗറേഷൻ പോസിബിൾ ആവില്ല. ഓക്കെ, അപ്പൊ EGയിൽ ഇലക്ട്രോൺ വന്നാൽ റൊട്ടേഷൻ നടത്തിയിട്ട് ഇക്വലന്റ് കോൺഫിഗറേഷൻ ഇക്വലന്റ് ഓർബിറ്റൽ എത്തില്ല എന്നുള്ളത് കൊണ്ട് EGയിലുള്ള ഇലക്ട്രോണിന് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. T2Gയിൽ ഇലക്ട്രോൺ വരുമ്പോഴാണ് ഈ റൊട്ടേഷൻ വഴി നമുക്ക് ഇക്വലന്റ് എത്താൻ പറ്റുക, ഇക്വലന്റ് ഓർബിറ്റൽ എത്താൻ പറ്റുക എന്നുള്ളത് കൊണ്ട് T2Gയിൽ ഉള്ള ഇലക്ട്രോണിന്റെ കേസുകളിലാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ഈ പറഞ്ഞത്. For T2G orbitals DXY XZ YZ by rotation through 90 degree can be interconverted. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. XYന് 90 ഡിഗ്രി തിരിച്ചാൽ XZ, തിരിച്ച് ഇങ്ങോട്ട് 90 ഡിഗ്രി തിരിച്ചാൽ XY തന്നെ ആവും. അപ്പം 90 ഡിഗ്രി തിരിച്ചാൽ ഈ മൂന്ന് T2Gയിലുള്ള 3 ഓർബിറ്റലുകളും ഇന്റർകൺവേർട്ടിബിൾ ആണ്. This is possible because these 3 orbitals have the same shape, though with different orientations in space. സ്പേസിലെ ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ്, പക്ഷെ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർകൺവേർട്ടഡ് ആവുന്നത്. പക്ഷേ EGയിൽ എന്താണ്, DX² - Y² DZ² ആണ്, have different shapes and therefore they cannot be interconverted by റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് അതേപോലെയുള്ള ഷേപ്പിലല്ല രണ്ട് ഓർബിറ്റിലും കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്റർ കൺവേർട്ടിബിൾ അല്ല DX² - Y² DZ². However, if the T2G orbitals are all singly occupied by an electron each, then DXY orbital cannot transform into DXY or DXZ. ഇനി നോക്കുക, T2G ഓർബിറ്റലില് ഇനിയിപ്പോ T2G ഓർബിറ്റലിൽ ഇലക്ട്രോൺ വരുമ്പോഴാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക എന്ന് മനസ്സിലായി. ഇനി T2Gയിൽ ഇലക്ട്രോൺ വരുമ്പോ തന്നെ എല്ലാത്തിലും ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. കാരണം T2G ഓർബിറ്റൽസ് എല്ലാം സിംഗ്ലി ഓക്യുപ്പൈഡ് ആണെങ്കിൽ DXY ഓർബിറ്റൽ cannot be transformed into DXZ or DYZ. കാരണം DXYയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് DXZയിലേക്കും DYZയിലേക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് കൺവേർഷൻ പോസിബിൾ അല്ല, കാരണം അവിടെ ഓൾറെഡി ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അവിടെ എംപ്റ്റി ആയിട്ട് ഒരു ഓർബിറ്റൽ ഉണ്ടെങ്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സിൻസ് ദ later two already contain an electron each with the same spin, similarly doubly occupied T2G orbital cannot be interconverted. T2Gയിൽ മൂന്നിലും സിംഗ്ലി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള
ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ T2G3 ആണെങ്കിൽ അവിടെ എന്താണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഇല്ല. കാരണം T2Gയിൽ DXYയിലുള്ള ഇലക്ട്രോണും DXZയിലുള്ള ഇലക്ട്രോണും ഇന്റർ കൺവേർട്ടിബിൾ അല്ല. കാരണം DXYയിലും DXZയിലും ഇലക്ട്രോൺ കിടക്കുകയാണ്. ഇവിടെയുള്ള ഇലക്ട്രോൺ അവിടെ പോയി റൊട്ടേഷൻ നടന്ന് ആ ഓർബിറ്റലിൽ പോയി നിൽക്കുക എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. അത് രണ്ടും ഒരേ കോൺഫിഗറേഷൻ ആവും, പക്ഷെ ഒരേ ഷേപ്പ് ആയതുകൊണ്ട് ഐഡന്റിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കൽ പോസിബിൾ അല്ല. അപ്പൊ 3 T2G ഓർബിറ്റലുകളും സിംഗ്ലി ഓക്യുപ്പൈഡ് ആണെങ്കിൽ അവിടെ എന്തല്ല ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഇല്ല. കാരണം അവിടെ റൊട്ടേഷൻ വഴി ഐഡന്റിക്കൽ ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ 3 T2G ഓർബിറ്റലും കംപ്ലീറ്റ്ലി പെയർഡ് ആണെങ്കിലും റൊട്ടേഷൻ വഴി ഐഡന്റിക്കൽ ഓർബിറ്റൽസ് നമുക്ക് കിട്ടില്ല. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ T2G3ക്കും T2G6നും എന്തില്ല, cannot be interconverted, so there is no orbital contribution. ഓക്കെ, T2G3ക്ക് ഇല്ല, T2G6നും ഇല്ല. അപ്പൊ ഇനി ബാക്കിയുള്ളതിനൊക്കെയാണ് പിന്നെ ഉണ്ടാവുക. In an octahedral geometry, high spin, the following system has orbital contribution. T2G1-നുണ്ട്, T2G2-ക്കുണ്ട്, T2G4-നുണ്ട്, T2G5-നുണ്ട്. ഈ 4 കോൺഫിഗറേഷനുമാണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക, അല്ലെ? ഇനി ടെട്രാഹെഡ്രയിൽ ആണെങ്കിലോ, ഇതിപ്പോ ഒക്ടാഹെഡ്രയുടെ കേസാണ്. ഒക്ടാഹെഡ്രൽ സിമെട്രിയിൽ T2Gയിൽ മാത്രമേ ഇന്റർ കൺവേർഷൻ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ ആവുള്ളൂ, എന്നിട്ട് ഈക്വലൻ ഓർബിറ്റൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് T2Gയിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ വഴി ഈക്വലൻ ഓർബിറ്റലിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അവിടെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ടു മാഗ്നറ്റിക് മൊമെന്റ് പോസിബിൾ ആവുക. അപ്പൊ T2Gയിൽ 3 ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ വഴി മറ്റേ ഈക്വലന്റ് ഓർബിറ്റലിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ഇലക്ട്രോൺസിന് ഈ DXYയിലുള്ള ഇലക്ട്രോൺ DXZയിലേക്ക് മൂവ് ചെയ്യല്ലേ, അവിടെ മൂവ് ചെയ്യാൻ സ്പേസിൽ അവിടെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പെയർ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ നടക്കില്ലല്ലോ നമുക്ക്. 3 ഒരേ എനർജിയിലുള്ള ഓർബിറ്റൽ ആകുമ്പോൾ അതിൽ 3ലും സിംഗിളി ഓക്യുപ്പൈഡ് ആയിട്ട് നിൽക്കാനേ പറ്റുള്ളൂ, പെയർഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം റൊട്ടേഷൻ വഴി ഓക്കെ ഇതാണ്. അപ്പൊ ഈ ഫോർമുല വെച്ച് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതെല്ലാം ടൈപ്പ് ട്രാൻസിഷൻ മെറ്റൽസിനാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പൊ അതില് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. അതിൽ തന്നെ T2Gയിൽ ഇലക്ട്രോൺ വരുമ്പോഴാണ് നമുക്ക് റൊട്ടേഷൻ വഴി ഇക്വലന്റ് ഓർബിറ്റലിലേക്ക് കൺവേർഷൻ പോസിബിൾ ആവുക. അപ്പൊ T2Gയിൽ തന്നെ T2G3ക്കും T2G6നും അത് പോസിബിൾ അല്ല, അതുകൊണ്ട് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പൊ T2G1, T2G2, T2G4, T2G5 ഈ 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന കേസുകളിലെല്ലാം ഇൻ ദ കേസ് ഓഫ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ എന്താണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇനി ടെട്രാഹെഡ്രൽ ജോമെട്രി ആണെങ്കിലോ, ടെട്രാഹെഡ്രൽ ആവുമ്പോൾ ഈ താഴെയും T2 മുകളിലുമാണ്, അല്ലെ? ഈ താഴെയും T2 മുകളിലും പറയുമ്പോൾ ഇയില് റൊട്ടേഷൻ പോസിബിൾ അല്ല, ഇക്വലൻ ഓർബിറ്റൽസ് അല്ല, T2ലാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ T21, E2 T21, E2 T22, പിന്നെ അതേപോലെ E4 T24, T25. T2ല് 1ഉം 2ഉം 4ഉം 5ഉം ഈ 4 എന്ത് പോസിബിൾ ആവുക, റൊട്ടേഷൻ നടത്തിയിട്ട് ഒരേപോലെയുള്ള ഐഡന്റിക്കൽ ഓർബിറ്റല് പോസിബിൾ ആവുക. അപ്പൊ അതിൽ മാത്രമാണ് എന്തുണ്ടാവുക, ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, അത് 2 എക്സാമ്പിൾ എടുത്ത് പറയാം നമുക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. FeCN6 3-, FeCN6 3-, അതിന് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഇല്ലേ, അങ്ങനെ ക്വസ്റ്റ്യൻ വരെ. കോംപ്ലക്സ് തന്നിട്ട് അതിന്റെ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതെന്ന് കണ്ടെത്താൻ പറഞ്ഞുകൊണ്ട് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിനുള്ള ഇക്വേഷനും ഈ ഇക്വേഷനും അങ്ങനെ ഒരു 4 ഇക്വേഷൻ തന്നാല് അതും ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിച്ച എക്സാമ്പിളിന് ആൻസർ പറയും. FeCN6 3-, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? FeCN6 3-, അപ്പൊ എന്താണ്, Fe3+ ആണ്, D5 ആണ്. അപ്പോ
ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ d5 പറഞ്ഞാല് ഹൈ സ്പിനോ ലോ സ്പിനോ എന്ന് പറയണം അല്ലേ? CN ആയതുകൊണ്ട് ലോ സ്പിൻ ആയിരിക്കും അല്ലെ? അപ്പൊ ലോ സ്പിൻ ആവുമ്പോ T2G 5 EG0. T2G5 എന്ന് പറഞ്ഞാല് T2G5ന് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ദിസ് ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. mu effective is equal to mu into 1 minus lambda alpha divided by delta ആവും. അതിലുള്ള ഓരോ ടേംസും നോക്കുക. ലാംഡ എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കോൺസ്റ്റന്റ്, ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഗ്രൗണ്ട് ടേം. ഇനി അതിൽ പറയുന്നുണ്ട് ആൽഫ is equal to 4 for A ground state, alpha is equal to 2 for E ground state. നമ്മളിപ്പോ ഈ പറഞ്ഞ കോൺഫിഗറേഷൻസ് ഇല്ലേ, T2G1, T2G2, T2G4, T2G5, ഈ 4 എണ്ണവും നമ്മൾ അതിന്റെ ടേം സിമ്പിൾ പഠിച്ചില്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? അതേതാണ്? അപ്പൊ നോക്കി ഞാൻ പഠിപ്പിച്ചില്ലേ, മിനിമം അതെങ്കിലും പറയൂ. അവിടെ നമ്മള് ആ 4 എണ്ണത്തിന്റെ നോക്കുമ്പോ A ഗ്രൗണ്ട് സ്റ്റേറ്റും E ഗ്രൗണ്ട് സ്റ്റേറ്റും ആണ് ഉണ്ടാവുക. അപ്പൊ A ഗ്രൗണ്ട് സ്റ്റേറ്റിന് ആൽഫയുടെ വാല്യൂ 4 ആണ്, E ഗ്രൗണ്ട് സ്റ്റേറ്റിന് ആൽഫയുടെ വാല്യൂ 2 ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കണേ. ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരെ അത് പറയാൻ പറ്റില്ല. A ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ മെറ്റഡ് ആണെങ്കിൽ ആൽഫ വാല്യൂ 4, എക്ക് 4, അത് എളുപ്പല്ലേ മനസ്സിലാക്കാന്. പിന്നെ ഇക്ക് 2. ഓക്കെ. അപ്പൊ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. അവിടെ കണ്ടോ, FeCN6, ഞാനാ പറഞ്ഞ എക്സാമ്പിൾ, FeCN6 3 minus halves mu is equal to 2.3 mu b, which is between low and high spin calculated. Check this out. Orbital contribution വരുമ്പോൾ ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ വ്യത്യാസമില്ല. കാരണം അതിൽ ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ട് T2ലുള്ള ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കാൻ. അത്രേ വ്യത്യാസമുള്ളൂ. For an electron to have orbital angular momentum about an axis, the orbital which it occupies must be transformable into an equivalent and degenerate orbital by rotation. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യണേ. For an electron to have orbital angular momentum about an axis, the orbital which it occupies must be transformable into an equivalent and degenerate orbitals by rotation about an axis in. Orbital contribution is possible when an orbital exists which is similar in energy to that of the orbital occupied by the unpaired spin. In such a case, the electrons can use degenerate orbitals to circulate themselves through the framework of the complex. This ability of electron generates angular momentum and a magnetic moment contribution. The variations between spin-only magnetic moment and the actual moment can be used to evaluate energy separation among orbitals and hence degrees of distortion of orbitals and lambda values. The difference between observed magnetic moment and spin-only magnetic moment are generally large for D1, D2 and low spin D4, D5 complexes. D1, D2 പറയുമ്പോൾ T2G1, T2G2 ആവും വരിക ഒക്ടാഹെഡ്രയുടെ കേസിൽ. അതിലൊക്കെ എന്താണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒബ്സർവ്ഡ് വാല്യൂവും സ്പിൻ ഓൺലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവും തമ്മിൽ ഡിഫറൻസ് കൂടുതലായിരിക്കും. അതേപോലെ ലോ സ്പിൻ D4, D5 പറയുമ്പോൾ T2G5ഉം 4ഉം ആണ് വരിക. T2G4ഉം T2G5ഉം അവിടെ എന്താണ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലെ. In the case of lanthanide elements, spin-free electrons are deep inside the electron 4f orbital അല്ലേ spin-free electrons കിടക്കുന്നത്, are protected by the outer electron from interaction with the environment of the ions. Therefore, the orbital motion of such electrons are not conjugate and their orbital contribution L must be included in the calculation. In some cases, there is coupling between spin contribution and orbital contribution. Spin contribution and orbital contribution
couple ചെയ്യും. This is called spin orbital coupling or Russell-Sanders coupling. Such a coupling leads to a new quantum number J. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. J എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പർ ഒന്നും നിങ്ങൾക്ക് പുതിയതല്ല. അപ്പം സ്പിൻ കോൺട്രിബ്യൂഷനും ഓർബിറ്റൽ കപ്ലിംഗും ഉണ്ട്. ഇത് രണ്ടും സ്പിന്നും ഓർബിറ്റും കൂടെ കപ്പിൾ ചെയ്തിട്ട് ഒരു പുതിയ ക്വാണ്ടം നമ്പർ J ഉണ്ടാവും. Then the modified equation നമ്മൾ നേരത്തെ പറഞ്ഞു. സ്പിൻ ഓൺലി പാരാമാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ mu is equal to G into square root of J into J plus 1. Russell-Sanders coupling വരുന്ന കേസുകളിൽ അത് സാധാരണയായിട്ട് എവിടെ വരിക? ലാംതനൈഡ്സിലാണ് വരിക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏകദേശം കഴിഞ്ഞു അല്ലെ? സ്പിൻ ഓർബിറ്റ് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. സ്ട്രോങ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഫോർ ലോ സ്പിൻ D5, ഹൈ സ്പിൻ D6, D7, T2G5 വന്നാൽ T2G5 കാണുന്നുണ്ടല്ലോ. The unpaired electron in DXY can use the empty or half-filled dx square minus y square orbital to cause a rotation about the nucleus. T2G-ല് the calculation പറയുന്നുണ്ട് ഒരു പ്രോബ്ലം. T2G-ല് ആണ് എന്ത്? T2G-ലാണ് നമുക്ക് ഓർബിറ്റലിനെ ഇന്റർ കൺവേർട്ട് ചെയ്താൽ സെയിം ഓർബിറ്റൽ പോലെ തോന്നുന്ന 3 ഓർബിറ്റൽ ഡിജനറേറ്റ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് T2G-ലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ തരുന്നത്. EG-ല് അത് പോസിബിൾ അല്ല, കാരണം 2 ഓർബിറ്റലുകൾക്കും ഡിഫറെന്റ് ഷേപ്പ് ആണ്. ഈ ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് എ വാല്യൂ ഓഫ് ഫോർ mu effective for nickel En thrice 2+ taking into account spin orbit coupling. Compare your answer with mu spin only formula വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ഒക്ടാഹെഡ്രൽ നിക്കൽ 2 പറഞ്ഞാല് D8 ആണ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ. നിക്കൽ പറയുമ്പോൾ S2 D8 ആണ്. നിക്കൽ 2 പറയുമ്പോൾ D8. അപ്പൊ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് A2G3 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പൊ എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ളതിന് ആൽഫയുടെ വാല്യൂ എന്താ നമ്മൾ പറഞ്ഞത്? എക്ക് 4 ആർക്കാ? ഇക്ക് 2. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി നമ്മളെ ഇക്വേഷൻ mu effective is equal to mu spin only into 1 minus 4 lambda divided by delta O. അപ്പൊ ഈ ഡെൽറ്റ ഓന്റെ വാല്യൂ ലാംഡയുടെ വാല്യൂ ഒക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ടേബിൾ ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് നമുക്ക് തരും. ഡെൽറ്റ ഓയുടെ വാല്യൂ 11,500, ലാംഡ -315 centimeter inverse. Then substituting to equation we get mu effective is equal to 3.14. ഇനി ഇതിന്റെ സ്പിൻ ഓൺലി എത്ര വരിക? D8 പറയുമ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും അല്ലെ? അത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത 2.87 ആ റേഞ്ചിലാണ് വരിക. അപ്പൊ ഇവിടെ ഇത്രയും കൂടുതലുണ്ട്. ആ കൂടുതലുള്ളതിന്റെ കാരണം is higher than spin only, typical for d complexes with more than half filled d orbital. More than half filled d orbital ലാണ് ഈ higher value കാണുന്നത്. ഇത് കുറെ കോംപ്ലക്സുകളുടെ ഡെൽറ്റ ഓ വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂ വെച്ച് ഡെൽറ്റ ഓ ഫോർ സം ഡി ബ്ലോക്ക് എലമെന്റ്സ്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കോഎഫിഷ്യന്റ് ലാംഡ താഴെ തന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? നമ്മളെ സ്ക്രീനിന്റെ ബാർ അവിടെയാണ് വരുന്നത്. ടൈറ്റാനിയം, വനേഡിയം തുടങ്ങിയിട്ട് കൊബാൾട്ട്, കോപ്പർ വരെയുള്ളതിന്റെ ലാംഡ വാല്യൂസ് തന്നിട്ടുണ്ട്. ലാംഡ വാല്യൂസ് Fe2+ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൈനസാ. Fe2+ എത്തുന്ന വരെ ടൈറ്റാനിയം മുതൽ മാംഗനീസ് വരെ പോസിറ്റീവ് വാല്യൂ ആണ്. Fe2+ന് -102, കൊബാൾട്ട് 2+ന് -177, നിക്കലിന് -315, കോപ്പറിന് -830 ആണ് വരുന്നത്. അപ്പൊ ആ വാല്യൂവിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണ്? നിങ്ങളെ ഇക്വേഷൻ എന്താ? mu is equal to mu s into 1 minus lambda alpha by delta O. അപ്പൊ ഈ ലാംഡയുടെ വാല്യൂ നെഗറ്റീവ് ആവും തോറും ആ 1 മൈനസ് എന്നുള്ള ടേം പോസിറ്റീവ് ആയി അല്ലെ? 1 മൈനസ് എന്നുള്ള ടേം പോസിറ്റീവ് ആയി. അപ്പോ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആവും തോറും mu effective value is greater than mu spin only അല്ലെ? ഇക്വേഷൻ ഓർമ്മയില്ലേ?
mu effective is equal to mu spin only into 1 minus alpha lambda divided by delta ആണ്. അതിൽ ലാംഡയുടെ വാല്യൂ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എന്ന് കഴിഞ്ഞിട്ടുള്ള വാല്യൂ പോസിറ്റീവ് ആയി. ദാറ്റ് മീൻസ് മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് മ്യൂ സ്പിൻ ഇൻറ്റു ഒരു ടേം വരും. അപ്പൊ മ്യൂ എഫക്റ്റീവും സ്പിൻ ഓൺലി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ആവും. മ്യൂ എഫക്റ്റീവ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ സ്പിൻ ഓൺലി കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഒക്കെ മതിയായി. ഒരു എസും ഒരു എല്ലും അത് കപ്പിൾ ചെയ്താല് ജെ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് എസ് ടു എൽ മൈനസ് എസ് അല്ലേ, നമ്മൾ പറഞ്ഞതാ, ഒന്നും ഇനി പറയണില്ല. അതൊക്കെ ഞാൻ ഒന്ന് ഓർത്തോട്ടെ വിചാരിച്ചാണ് വെച്ചതാ. ഓക്കെ, ടേം സിമ്പിൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എൽ 2s plus 1 എൽ ജെ, ഇതൊക്കെ ജസ്റ്റ് ഒരുപാട് മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ടാവും ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ടേമിനെ കണ്ടെത്തുന്നത് കുറച്ച് റൂൾസ് വെച്ചിട്ടാണ്. ഹൺസ് റൂൾ ഫോർ ദ ലോവസ്റ്റ് എനർജി ടേം ഫോർ എ ഗിവൺ കോൺഫിഗറേഷൻ, ഹയസ്റ്റ് മൾട്ടിപ്ലിസിറ്റി ഉള്ളതാണ് ലോവസ്റ്റ് എനർജി. പിന്നെ ഒരേ മൾട്ടിപ്ലിസിറ്റിയിൽ കുറെ ടേംസ് ഉണ്ടാകുമ്പോൾ ഹയസ്റ്റ് വാല്യൂ ഓഫ് എൽ ഉള്ളതാണ് ലോവസ്റ്റ് എനർജി. പിന്നെ ലോവസ്റ്റ് വാല്യൂ ഓഫ് ജെ വെൻ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആൻഡ് ഹയസ്റ്റ് വാല്യൂ ഓഫ് ജെ വെൻ മോർ ദാൻ ഹാഫ് ഫിൽഡ്. ഗ്രൗണ്ട് ടേം സിമ്പിൾ കണ്ടെത്താൻ നമ്മൾ ചെയ്ത് കുറെ ടേം സിമ്പിൾ ഒക്കെ കണ്ടെത്തി ആകെ ഉഷാറാക്കി വെച്ചതാണ്. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, വെറുതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ, പഠിച്ചിരുന്നോ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതൊരു ഓർമ്മ വരണ്ടേ. ഇതൊക്കെ നമ്മൾ ചെയ്ത എക്സാമ്പിൾസ് ആണ്, ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അറ്റ്കിൻസത്തെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതൊന്ന് ചെയ്ത് നോക്കിട്ടാ. അതൊക്കെ നമ്മൾ മുന്നേ ചെയ്ത റസൽ സാൻഡേഴ്സ് കപ്ലിംഗ് വരുമ്പോഴുള്ള കേസുകളാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അന്ന് ശരിക്കും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാവുമല്ലോ ശരിക്കും പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് ഈ ക്ലാസ്സിൽ തൽക്കാലം ഇവിടെ നിർത്താം. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിയാക്ഷൻസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ് എടുക്കാം. ഓക്കെ.